നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സൂപ്പർ താരങ്ങളുടെ ഇടയിലാണ്. സൂപ്പർ താരങ്ങളെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ നടീനടന്മാരൊന്നുമല്ല, മലയാള സിനിമയിൽ ധാരാളം സിനിമകൾ അഭിനയിച്ച കുറേ വാഹനങ്ങളുടെ നടുവിലാണ്. അതൊക്കെയാണ് പിൻഭാഗത്ത് കാണുന്നത്. ഇതൊരു ഷെഡ് മാത്രം, ഇനി മറ്റൊരു ഷെഡ് കൂടിയുണ്ട്. അപ്പോൾ ഈ ഇത്തരം വാഹനങ്ങളെല്ലാം കളക്ട് ചെയ്യുന്ന ആളാണ് എൻ്റെ കൂടെ ഉള്ളത്. അതിൻ്റെ പേര് സിജോ കുറ്റുകാരൻ. സിജോ കുറ്റുകാരൻ എന്നാണ്. വണ്ടൂർ തൃശ്ശൂരിനടുത്ത് വെണ്ടൂർ എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ മലയാള സിനിമയിൽ കണ്ട പല വാഹനങ്ങളും ഇവിടെയുണ്ട് എന്നത് മാത്രമല്ല ഈ ഒരു ഗ്യാരേജിൻ്റെ പ്രത്യേകത. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ വിൻറ്റേജ് കാറുകൾ നമുക്ക് പണമുണ്ടെങ്കിൽ കിട്ടാനുള്ള ധാരാളം മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ആദ്യകാലത്ത് ഇറക്കുമതി ചെയ്തു വന്ന ചില വാഹനങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ കിട്ടാനേ ഇല്ല. അപ്പോൾ ഉദാഹരണമായിട്ട് ഡോൾഫിൻ, സിപാനി ഡോൾഫിൻ, അല്ലെങ്കിൽ ദേവു CLO തുടങ്ങിയ വാഹനങ്ങൾ, അതുപോലുള്ള പല വാഹനങ്ങളുമുണ്ട്. ഇതൊന്നും കിട്ടാനില്ല. തന്നെയുമല്ല, ഇന്ത്യയുടെ വാഹന ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ സൂക്ഷിക്കപ്പെട്ടിട്ടില്ല. മറ്റ് പല രാജ്യങ്ങളും നമ്മൾ പോകുമ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ മ്യൂസിയങ്ങൾ കാണാം. ആ രാജ്യത്തിൻ്റെ വാഹന ചരിത്രം വിവരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരം വാഹനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു വലിയ ഉദ്യമം നടന്നിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്യാരേജുകൾ എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ഈ നിൽക്കുന്ന ദാവൂദിനെ പോലുള്ള ദാവീദിനെ പോലുള്ള ചെറിയ കുട്ടികൾക്ക് എന്തായിരുന്നു ഇന്ത്യയുടെ വാഹന ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ സിജോയുടെ ഈ ഒരു ഗ്യാരേജിലേക്ക് വന്നാൽ മതി. അങ്ങനെയുള്ള പല വാഹനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. കൂടാതെ മിന്നൽ മുരളിയിലൊക്കെ അഭിനയിച്ച ബസ്, അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയായിരുന്നു. ആ ബസ്സൊക്കെ ഈ അടുത്ത ഷെഡിൽ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിജോയോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെ വാഹനങ്ങളാണുള്ളത്, എന്തൊക്കെയാണ് ഇവിടെ ചരിത്രം, എങ്ങനെ ഈ വാഹനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമസ്കാരം. ഏതായാലും ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ. ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ ജനിച്ച് വളർന്ന കാലത്ത് കണ്ട പല വാഹനങ്ങളും ഇപ്പം മൺമറഞ്ഞു പോയി. അതിൽ പലതും പക്ഷേ ഇപ്പോൾ വീണ്ടും തിരിച്ച് നമ്മുടെ ഈ ഗ്യാരേജ് വന്നപ്പോൾ കാണാൻ സാധിച്ചെന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞാൽ വിൻറ്റേജ് കാറുകൾ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു 70s തൊട്ടുള്ള വാഹനങ്ങളാണ് അധികവും ഞാനിവിടെ കണ്ടത്? എങ്ങനെയാണ് ആ ഒരു കളക്ഷനിലേക്ക് എത്തിയത്? അത് ബേസിക്കലി ഞാൻ മറ്റേ ഫിലിം ഇൻഡസ്ട്രിയും കൂടി ഇതിലൊരു, കാരണം ഇത് ഒറ്റയ്ക്ക് നമുക്കിത് ഓടിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ അതിലോട്ട് വന്നപ്പോൾ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ ശരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്ന ഒരു കൺസേൺ ആണ് 70s 80s സ്റ്റോക്ക് വണ്ടി. വെറും വണ്ടിയല്ല, സ്റ്റോക്ക് വണ്ടി. പലരും എന്ന് വെച്ചാൽ അലോയ് വീൽസ് അല്ലെങ്കിൽ വീൽ ആർച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മാറ്റങ്ങളൊന്നുണ്ടാവും. അപ്പം നമുക്ക് ഇപ്പോൾ ഒരാളെ ആ സമയത്ത് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ തന്നെ നമ്മൾ വിളിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ ഹൈ ഡിമാൻഡ് ആവാം. പ്രൈസിങ് അല്ല ഞാൻ പറയണേ, നമുക്കിത് കണ്ടിന്യൂറ്റി എന്നൊരു സംഭവമുണ്ട്. ചിലപ്പോൾ ഈ ഒരു മാസം ഷൂട്ട് ചെയ്താൽ 2 മാസം കണ്ടായിരിക്കും ഷൂട്ട് ചെയ്യുക. ആ സമയത്ത് ചിലപ്പോൾ ഉള്ളിൽ വണ്ടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു തുടക്കത്തിൽ അങ്ങനെ കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വാങ്ങിച്ചിടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 80s 70s 90s വരെയുള്ള വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മുടെ തന്നെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അവർക്കൊരു എക്കോണമി ലെവൽ ചെയ്യാനും പറ്റും. നമുക്ക് തലവേദന കുറവ് മെയിനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി ഇപ്പൊ കളക്ട് ചെയ്തില്ലെങ്കിൽ ഇതിൽ മെയിൻ ഒരു സംഭവം അതാണ്, ഈ ഒരു 2-3 വർഷത്തിനുള്ളിൽ വാങ്ങിച്ചില്ലെങ്കിൽ ഇനി ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. അതിപ്പോ എന്ത് നിയമം വന്നാലും നമ്മുടെ ഷെഡിൽ കിടന്നോളും എന്നുള്ള മൈൻഡിലാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം ഇപ്പോ പല സ്ഥലത്തും അവസാനിച്ചുകൊണ്ടിരിക്കും വണ്ടികൾ കിടക്കുക, എന്തെങ്കിലും സ്ക്രാപ്പിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം നമ്മുടെ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറയട്ടെ. ഇപ്പോൾ ഈ വിൻറ്റേജ് കാറുകൾ വീണ്ടും നല്ല കണ്ടീഷനിൽ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇത്തരം വാഹനങ്ങൾ കിട്ടുന്നതല്ല ഒന്നാമത് സ്ക്രാപ്പായിട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിന്നായിരിക്കും നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത് അല്ലേ? അങ്ങനെ എടുത്തിട്ടുണ്ട്, സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല സ്ക്രാപ്പുകാർ ഇപ്പോൾ പ്രസന്റ്ലി ചെയ്യണമെന്ന് വെച്ചാൽ RCV കടക്കാൻ കസ്റ്റമർ വാങ്ങിക്കുന്ന സ്ക്രാപ്പുകാരുണ്ട്. അതായത് RCV കടക്കാണെങ്കിൽ ഇത്ര വില, അല്ലെങ്കിൽ കാരണം അവർക്ക് അറിയാം അതിൻ്റെ ഒരു ഡിമാൻഡ്. പാർട്ടിക്ക് ഒരു പക്ഷേ അറിഞ്ഞുകൊള്ളുന്നില്ല. എന്നിട്ട് അവരതൊരു ഡിമാൻഡ് ഇട്ട് ചിലപ്പോൾ 40 രൂപ അടിച്ചുകൊണ്ട് ചിലപ്പോൾ 1 വിടുണ്ടാവാം. പിന്നെ നമ്മൾ സംസാരിച്ച് നമ്മുടെ ഭാഗ്യവും നമ്മുടെ ഇതുപോലെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവൻ ഞാൻ അതിലൊരു വാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. മെറ്റഡോറല്ല, സ്റ്റാൻഡേർഡ്. അത് ഏകദേശം 2 വർഷത്തിന് മുകളിൽ ആ സ്ഥലത്ത് പുള്ളി കിട്ടും. അന്ന് ആദ്യമേ ഞാൻ വാങ്ങിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പാച്ച് വരില്ലായിരുന്നു. പക്ഷെ ഹൈ റേറ്റാണ് പുള്ളി പറഞ്ഞത്. ഇപ്പോഴും കുറച്ചൊന്നല്ല കിട്ടിയേ, പക്ഷെ ഞാനത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോൾ പുള്ളിനെ വിളിക്കും. അവസാനം പുള്ളിക്ക് പോവാണ്ടായി. പുള്ളി വലിയ റേറ്റ് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അവസാനം ആ തുടക്കത്തിലത്തെ റേറ്റിന് എനിക്ക് കിട്ടി. പക്ഷെ വണ്ടി കുറച്ച് മോശമായി. ഇപ്പൊ ഏകദേശം 77,000 പാച്ച് വർക്ക് വണ്ടി ചെയ്യുന്നുണ്ട്. അത് അവിടെ കാണാം. അപ്പൊ അതുപോലെ കുറെ കൺസേൺസ് ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് സിജോ എടുത്ത് വാങ്ങിച്ച ഈ ഒരു മേഖലയിൽ കടക്കാൻ തീരുമാനിച്ചിട്ട് ആദ്യം വാങ്ങിച്ച വണ്ടി ഏതാ? അതോ കയ്യിൽ വണ്ടി വന്നു കഴിഞ്ഞിട്ടാണോ? അല്ല, ഞാൻ ആദ്യം ചെറിയ രീതിയിൽ വെഡിങ് കാർ പോലെ ഒരു ചെറിയൊരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ആദ്യം C-ക്ലാസ് വാങ്ങിച്ചു. ഈ ഇപ്പൊ ഇതിലുള്ളതിൽ വണ്ടികളിൽ മുമ്പ് എനിക്ക് പ്രീമിയർ എനിക്ക് ഉണ്ടായിരുന്നു. അന്ന് ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ വിൻറ്റേജ് അങ്ങനെ വിചാരിച്ചിട്ടൊന്നല്ല. ഒരു പഴയ വണ്ടി അതിൽ മീറ്ററൊക്കെ വെച്ച് അങ്ങനെ നടന്നിട്ടുണ്ട്. ഈ സെക്ഷനിൽ ആദ്യം മേടിച്ച് C-ക്ലാസ് ആയിരുന്നു. വിൻറ്റേജ് ആയിട്ടല്ല, ഒരു വെഡിങ്ങിന് ഒരു ചെറിയ നമുക്ക് ഒരു പ്രീമിയം കാരണമുള്ള ഒരു ആഗ്രഹം പ്ലസ് ഒരു ചെറിയ നമ്മുടെ ഒരു സർവീസ് കോസ്റ്റെങ്കിലും മുട്ടി പോകാന്ന രീതിയിൽ. പിന്നീട് അത് കുറച്ച് കുഴപ്പമില്ലെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ വിൻറ്റേജിൽ ആദ്യം വാങ്ങിച്ചത് മോറിസ് മൈനറാണ്. എൻ്റെ ഏറ്റവും പഴക്കമുള്ളതും അത് തന്നെയാണ്.
പിന്നെ രണ്ടാമത് ഓരോ ഇയറിലായിരുന്നു ഞാൻ അത് മറ്റേ പൃഥ്വിരാജ് മറ്റേ ഫ്യൂച്ചർ ലൈൻ പറഞ്ഞ പോലെ ഓരോ ഇയറിൽ നമ്മൾ പ്ലാൻ ഇട്ടു. നെക്സ്റ്റ് ഇയറിൽ ഇത് വാങ്ങിച്ചു, പിന്നത്തെ കൊല്ലം ഇത് വാങ്ങിച്ചു, പക്ഷെ ഇത് ഇറങ്ങിയില്ല കാരണം ഇത് നല്ല പണി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇത് വർക്ക് ചെയ്തു. പിന്നെ 21 കൂടി പിന്നെ ഓരോ വർഷം വണ്ടികൾ എണ്ണം കൂട്ടി വാങ്ങിച്ചു. മാർക്ക് 1 വാങ്ങിച്ചു, പ്രീമിയർ പിന്നെ 3 4-ാമത്തെയാണത് മാറി ഇപ്പം 2 പിന്നെ അങ്ങനെ പിന്നെ എനിക്ക് ഇയർ ഓർമ്മയില്ല. 23-22 ഏറ്റവും കൂടുതൽ വണ്ടികൾ വാങ്ങിച്ചത്. അതുപോലെ ഈ ആദ്യകാലത്ത് അതായത് ഈ മറ്റേ ജാവയും അതുപോലെ SD ഒക്കെ മാത്രം ഉണ്ടായിരുന്നൊരു കാലത്തിന് ശേഷം 100cc ബൈക്കുകൾ വന്നപ്പോൾ ഒരു വലിയ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ കുറേ വണ്ടികൾ വന്നു. ഇപ്പോൾ ഇൻസുസുക്കി AS100, അതുപോലെ ഹീറോ ഹോണ്ട CD100, യമഹ RX100 ഇതെല്ലാം അവിടെയുണ്ട് അടുത്ത ഷെഡ്. ഇതെല്ലാം നമുക്ക് കാണാം. എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും കൗതുകം തോന്നിയ കാര്യം ഈ മോഫ എന്ന് പറയുന്ന ഈ ഒരു മോപ്പഡാണ്. ഇത് പലരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് റോയൽ എൻഫീൽഡ് നിർമ്മിച്ചിരുന്ന 80s നിർമ്മിച്ചിരുന്നൊരു വണ്ടിയാണ്. തന്നെയല്ല ആ കാലത്ത് ഇന്ത്യയിൽ വന്നതിൽ ഏറ്റവും കുറഞ്ഞ എൻജിൻ കപ്പാസിറ്റി ഉള്ള വാഹനം 22cc ആണ്. ഇതിനൊരു 35cc വേറെ ഇത് 22cc ആണിത്. അതായത് ഇതിന് ലൈസൻസും വേണ്ടിയിരുന്നില്ല, ടാക്സ് അടയ്ക്കേണ്ട. ആ കാലത്ത് അതൊക്കെ വലിയ കൗതുകമായിരുന്നു. കാരണം ഇപ്പം അങ്ങനെ അതെ പെട്രോൾ ചവിട്ടി പോവുക നല്ല രസമുള്ള സാധനമാണ് ആ മോഫ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ശരിക്കും ഇറ്റലിയിലാണിത് ഡിസൈൻ ചെയ്തൊക്കെ നിർമ്മിച്ചത്. പക്ഷേ റോയൽ എൻഫീൽഡ് ഇങ്ങനെ വളരെ ചെറിയൊരു കപ്പാസിറ്റി ഉള്ള വണ്ടി നിർമ്മിച്ചിരുന്നു എന്നുള്ളത് തന്നെ കൗതുകമുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് സിജോയുടെ വണ്ടികൾ സിനിമയിൽ അഭിനയിച്ചാരാ? ആദ്യമായിട്ട് ഞാൻ വണ്ടി കൊടുക്കുന്ന സിനിമ ആക്ച്വലി നിവിൻ പോളിയുടെ സിനിമയാണ്. ഹെയ്ജൂഡ് എന്നൊരു സിനിമയാണ്. അതിൽ അംബാസിഡറാണ് ഞാൻ ആദ്യം കൊടുത്തത്. അതിനുശേഷം അതിലത്തെ ഒരു പ്രൊഡക്ഷനിൽ പുള്ളിയുടെ ഞാൻ ചെറിയൊരു കമ്പനി വന്നു. അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്. അല്ലാണ്ട് ഇതിൽ എനിക്ക് ശരിക്കും പാരമ്പര്യമോ അല്ലെങ്കിൽ ആരുടെയും കൂടെ പോയി വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ പറയാൻ കാരണം പലരും അങ്ങനെയുണ്ട്. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പലർക്കും ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നല്ല കണക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വന്ന് ഒരുപാട് കോൺടാക്ട്സ് അങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയല്ലായിരുന്നു, മറ്റേ വഴിവെട്ടി വന്നാന്ന് പറയുന്നത് പോലെ. അങ്ങനെ ഭാഗ്യമുണ്ട് ഞാൻ വെറുതെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിലോട്ട് വന്നത്. പിന്നീട് ആ പുള്ളി തന്നെ നെക്സ്റ്റ് കൊല്ലം ഒരു ചലഞ്ച് എടുക്കണം എന്നെ വെച്ചിട്ട്. അതായത് ഒരു വെബ് സീരീസ് ആണ്, കോബാൾട്ട് ബ്ലൂ എന്ന് പറഞ്ഞ അതിന്റെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് വന്നത്. അപ്പോൾ അതിലേക്ക് വണ്ടികൾ ചെയ്യാൻ പറ്റുമെന്ന് പുള്ളി ചോദിച്ചു. അപ്പോൾ എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞു നമുക്ക് ലിസ്റ്റ് ഒരു 17 വെഹിക്കിൾസ് ആയിരുന്നു ഏകദേശം. അതായത് 17 അല്ല 17 വണ്ടികളും പുള്ളി ലിസ്റ്റ് ഇട്ടു. അതിൽ ഏകദേശം ഞാൻ ഒപ്പിക്കാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്ത് കാണിച്ചപ്പോൾ പുള്ളിക്ക് അതിലൊരു ഇതായി. വാങ്ങിക്കാതെ തന്നെ അതായത് ഒരു കുറച്ച് ഞാൻ വാങ്ങിച്ചു. അതായത് ഇപ്പോൾ CD100 അന്നൊന്നും ഇത്രയും മാർക്കറ്റ് ഉണ്ടാകുന്നില്ല CD100. പിന്നെ അതുപോലെ MET അതിലേക്ക് ആവശ്യത്തൊക്കെയായിരുന്നു. കൈനറ്റി കൊണ്ട് അതൊക്കെ ഞാൻ വാങ്ങിച്ചു. ലാംബി പിന്നെ അതുപോലെ 2-3 ഫ്രണ്ടിനെ എടുക്കുക ചെയ്തത്. പത്മിനി ഞാൻ വാങ്ങിച്ചു. അതിന് വേണ്ടി ഒരുവിധമൊക്കെ വാങ്ങിച്ചു. അംബാസിഡർ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയപ്പോഴത്തേക്കും. അങ്ങനെ പിന്നീട് അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇതങ്ങനെ മുതലാകും? അത്രയധികം പൈസ ഒരു സിനിമയിൽ അഭിനയിച്ച വണ്ടിക്ക് കിട്ടുമോ? അത് ഡിപ്പെൻസ് ആണ്. ചില സിനിമകളിൽ ശരിക്കും നമ്മുടെ ബിസിനസ് സീക്രട്ട് ആണെന്നാലും പറയാം. ചില സിനിമകൾ വണ്ടികൾ കൂടുതൽ കിട്ടിയ സിനിമകളുണ്ട്. പലർക്കും അറിയാം അത് ഇൻഡസ്ട്രി ലെവല്. നമ്മളെ പോലുള്ള ആൾക്കാർക്കല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല പ്രൊഡക്ഷനും വണ്ടി പലതും വാങ്ങിക്കുന്നതിൻ്റെ കാരണം തന്നെതാ. നമ്പർ ഓഫ് ഡേയ്സ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പേയ്മെന്റ് ലെവലും പിന്നെ തലവേദനയും. നമ്മളെ കൊണ്ടൊന്നും തലവേദന നമ്മളല്ല, ഞാൻ മാത്രമല്ല നമ്മളെ പോലുള്ള പലരുണ്ട്, അവരെ കൊണ്ടൊന്നും തലവേദന ഉണ്ടാവില്ല. പുതിയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ തലവേദന ഒരു പക്ഷെ വരാം. കാരണം 10 ദിവസം കഴിയുമ്പോഴേക്കും ഡിമാൻഡ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല, റിഗ് ചെയ്യാൻ പറ്റില്ല, അത് പറ്റില്ല, ബ്രേക്ക് ചവിട്ടി നിർത്താൻ പോലും പറ്റില്ല ചിലപ്പോൾ പറയും, നിരക്കിയിട്ടൊക്കെ അങ്ങനെ. അപ്പോൾ അങ്ങനെ വണ്ടികൾ നടന്ന് കണ്ടതിന് ശേഷമാകാം കാര്യങ്ങൾ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഹെറാൾഡ് എന്ന് പറഞ്ഞ് ഒരു കാലത്തെ കൺവേർട്ടബിളാണ്. അതായത് ഈ പഴയ മലയാള സിനിമയെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നസീറും അതുപോലെ ഷീലയൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് പാട്ടൊക്കെ പാടി പോകുന്ന വാഹനമായിരുന്നു ഇത്. അതായത് ആ കാലത്ത് അംബാസഡർ എന്ന് പറയുന്നത് സാധാരണ മാന്യന്മാരുടെ വാഹനമായിരുന്നെങ്കിൽ ഇത് ചെത്ത് പിള്ളേരുടെ വാഹനമായിരുന്നു എന്ന് പറയാവുന്ന സംഭവമാണ്. ഇത് ട്രയംഫ് എന്ന് പറയുന്ന UK ബേസ്ഡ് കമ്പനിയാണ് ഇത് ഇന്ത്യയിലേക്ക് ലൈസൻസ് ഇവിടെ നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ട്രയംഫ് എന്ന് ഇത് കാണുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ട്രയംഫ് എന്ന് ഇവിടെ അറിയപ്പെട്ടിരുന്നു അല്ലേ? തുടക്കത്തിൽ ട്രയംഫ് ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് സ്റ്റാൻഡേർഡ് കൊളാബറേറ്റ് ചെയ്യുന്ന വണ്ടികൾ ഇറങ്ങി. ഇതിൻ്റെ 2-3 സീരീസ് ഉണ്ട്. 1, 2 പിന്നെ 4 ഡോർ ഉണ്ട്. 4 ഡോർ അവിടെ കിടപ്പുണ്ട്. അതൊക്കെ പോയി. ഇത് 2 ഡോറാണ്. ഇത് നിങ്ങൾ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് ഞാനന്ന് സിജോയുടെ വണ്ടിയാണെന്നൊന്നും അറിയാതെ തന്നെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ട്രക്കിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഏതോ കല്യാണത്തിന് ആഡിൻ്റെ ഷൂട്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഈ വണ്ടിയെ കാണിച്ചതിനെ പറ്റി പറയുണ്ടായി. പിന്നെ ഇത് വളരെ റയർ പീസാണ് അല്ലേ? വണ്ടികളെ പറ്റി സിജോനെ ഒരുക്കുക, അതായിരിക്കും നല്ലത്. അതായത് ഇത് W110 എന്നുള്ള മെർസിഡീസിൻ്റെ ഫിൻടെയിൽ എന്നറിയപ്പെടുന്ന ഒരു വണ്ടിയാണ്. പണ്ടുള്ളവർ ഇപ്പോൾ നമ്മളൊന്നുമില്ല പറഞ്ഞു കേട്ടിട്ടുള്ളത് 10 സെന്റ് എന്നൊക്കെ കളിയാക്കി ഈ വണ്ടിനെ വിളിച്ചിരുന്നു. അതിൻ്റെ ലെങ്ത് വെച്ചിട്ട് ഫിൻടെയിൽ എന്ന് വിളിക്കുന്നതിന്റെ പിൻഭാഗത്ത് ആ ഷേപ്പിൽ ആ സമയത്ത് ഒത്തിരി വണ്ടികൾ വന്നിരുന്നു. ഡോഡ്ജിന്റെ വണ്ടികൾ, ഷെവർലെറ്റ് വണ്ടികൾ ഒക്കെ ഈ ഒരു ടെയില് ബേസ് ചെയ്ത് വന്നിരുന്നു. അതുകൊണ്ടാണ് ഫിൻടെയിൽ എന്ന് ഇതിനെ വിളിക്കുന്നത്. അന്നത് ട്രെൻഡിങ് ഒരു ഷേപ്പായിരുന്നു ഈ ടെയിൽ. അതെ.
ശരിക്കും പറഞ്ഞാൽ 10 സെൻറ്റെന്ന് വിളിക്കാൻ കേട്ടോ, അതുപോലെ നീളമുണ്ട്, നീണ്ടു നിറഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഏറ്റവും കൗതുകമുള്ള മറ്റൊരു വാഹനമാണ് ഈ കിടക്കുന്നത്. ഇത് നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഇത് ഏത് മോഡലാണെന്ന് തോന്നും. ഇത് ടൊയോട്ടയുടെ ഹൈയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും മോഡേണായിട്ട് നമ്മൾ കാണുന്ന ഹൈയേഴ്സിൻ്റെ ആദ്യകാല പതിപ്പാണ് അല്ലേ? ഇത് ഏത് മോഡലാണ്? ഇത് 85 ആണ്. 85 ആണ്. ഇതിപ്പോൾ ഇത് കാണണമെങ്കിൽ ഇപ്പോൾ ഈ കംബോഡിയ അല്ലെങ്കിൽ വിയറ്റ്നാം എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ പോയി ഇതിപ്പോഴും ഓടുന്ന കാണാം. അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഏറ്റവും പുതിയ ഹൈയേഴ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇത് എല്ലാ റണ്ണിങ് കണ്ടീഷനാണോ നമ്മുടെ മിക്കവാറും ഒക്കെ വണ്ടികളെല്ലാം റണ്ണിങ് ആണ്. അതായത് 4 വീലറിൽ നിലവിൽ ഓടാത്ത വണ്ടിയില്ല നമ്മൾ. 4 വീലർ 6 വീലറിലും 2 വീലറിലാണ് ഒരു 5 താഴെ പ്രൊജക്ട് വർക്ക് ആയിട്ട് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അത് അത്രേ ഉള്ളൂ, ബാക്കി എല്ലാം റണ്ണിങ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ഈ റണ്ണിങ് കണ്ടീഷൻ നിലനിർത്തണമെങ്കിൽ ഇവിടെ കുറേ സ്റ്റാഫ് വേണമല്ലോ, അങ്ങനെ ഉണ്ടോ അതോ സിജോ തന്നെയാണോ ഇതിൻ്റെയൊക്കെ? അതാണ് അതിൽ വലിയൊരു കാരണം. നമുക്ക് അങ്ങനെ നിലവിലൊരു സ്റ്റാഫ് പോലും ഇല്ല. നമ്മുടെ ഫ്രണ്ട്സാണ് 2-3 പേര്. നമ്മുടെ അതിലൊരുത്തൻ എൻ്റെ മെക്കാനിക്കാണ്. അപ്പോൾ ആ ടൂ വീലർ മെക്കാനിക്കാണ് ആളാണ് എല്ലാം. ജിതിൻ എന്നാണ് പേര്. ആളാണ് എല്ലാം. നമുക്ക് അത് 100% കോൺഫിഡൻസ് ആണ് ആൾക്ക് ചെയ്യാനായിട്ട്. ആ കോൺഫിഡൻസ് നമുക്ക് കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്യണ കേസിൽ 4 വീലർ പിന്നെ നമുക്ക് പഴയ മെക്കാനിക്സ് 1-2 പേരുണ്ട്. അപ്പോൾ അവര് ഒരു വിധത്തിൽപ്പെട്ട കേസുകളൊക്കെ ശരിയാക്കി തരും. ഇത്രയും വണ്ടികൾ ഈ റണ്ണിങ് കണ്ടീഷനായിട്ട് നിലനിർത്തണമെങ്കിൽ ചെറിയ കാര്യമല്ല. അപ്പോൾ ഒത്തിരി സ്റ്റാഫ് ഉണ്ടോ? ഇല്ല, അതാണ് ഇതിൽ വലിയൊരു, അതായത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാഫായിട്ട് നമുക്ക് ഒരാൾ പോലും ഇല്ല. അതായത് ഫ്രണ്ട്സാണ്. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഹെൽപ്പിന് ഇപ്പോൾ ഇതിനാണെങ്കിലും ഒന്ന് അത് നമ്മൾ അവരായിട്ടുള്ളൊരു ഒരു കമ്പനിയുടെ ബേസിലാണ്. അപ്പോൾ ഇതിൽ ഒരു തന്നെ ജിതിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ മെക്കാനിക്കാണ്. അപ്പോൾ ആൾക്ക് 2 വീലർ മെക്കാനിക്കാണ്. അപ്പോൾ ആളെല്ലാം പക്കയായിട്ട് ആൾക്ക് 100% കോൺഫിഡൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പം ആ ഒരു കോൺഫിഡൻസ് നമ്മൾ എത്ര മോശം അവസ്ഥയിലും വാങ്ങിക്കാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് 2 വീലറിൽ. 4 വീലറിൽ നമുക്ക് ഇപ്പോൾ മോഹൻ അങ്ങനത്തെ പഴയ ആൾക്കാർ, പഴയ മെക്കാനിക്സ് ഉണ്ട്. അതായത് ഇത് ശരിക്കും അന്ന് ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അത് അവരുടെയൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ നമുക്കിത് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതല്ലാതെ പക്ഷേ നമുക്ക് ഒരുവിധം ഇപ്പോൾ ഷിപ്പാന ഡോൾഫിൻ നിലവിൽ സ്റ്റാർട്ടിങ് അല്ല, ഞാൻ ഇവിടെ ഉള്ളത് ഉദ്ദേശിച്ചത്. പക്ഷെ അത് എഞ്ചിനല്ല പ്രശ്നം. അത് കിടന്ന് കുറച്ച് സസ്പെൻഷൻസായിട്ട് കുറച്ച് പാച്ച് വന്നു. അതിൻ്റെ ഒരു സാധനവും റഫറൻസ് പോലും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതാണ് ഫൈബർ ബോഡിയൊക്കെ ആയിട്ട് ഇറങ്ങിയ ബോഡിക്ക് ഒരു പ്രശ്നമില്ല. ഇത് പഴയകാല പോലെ കോണ്ടസയുടെ നല്ല ഗംഭീരമായ റീസ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. ഇത് ഏത് മോഡലായിരിക്കും? ഇത് 99 ആണ്. 99. ഒത്തിരി പഴക്കെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇതിന്റെ അവസാന കാലത്തെ കമ്പനി AC പവർ സ്റ്റിയറിംഗ് ആണ്. ശരി. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഇൻറ്റീരിയർ നമുക്ക് അടുത്ത ഒരു ഫേസിൽ എടുത്തു പോകാം. ഇതാണ് ആദ്യം വാങ്ങിച്ച വണ്ടി അല്ലേ? അതെ. C200 അല്ലേ? അതെ. ഇത് ഏത് മോഡലാണ്? ഇത് 2006 ലാസ്റ്റ്. 6 പെട്രോള് മാനുവലാണ്. മാനുവൽ കുറവ് വണ്ടി. മാനുവലിൽ സൺറൂഫ്. ഞാനൊന്ന് മാനുവൽ എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ പോയിട്ട് ഞാൻ ബോംബെയിൽ നിന്ന് ഞാൻ തന്നെ പോയിട്ട് തപ്പി ഞാൻ തന്നെ വാങ്ങിച്ചതാ. അന്ന് ബോംബെയിൽ നിന്ന് വണ്ടി എടുക്കേണ്ട ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്നിക്കലി എന്താ പറയുക, ഞാൻ അങ്ങനെ പറയില്ല, ഈ ന്യൂട്രടിച്ച് മൈലേജ് എടുക്കുന്ന ഒരു പരിപാടി എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ മൈലേജ് വെച്ചിട്ട് എനിക്ക് ഓട്ടോമാറ്റിക് അന്നത്തെ ഒരു ചിന്താഗതി പറഞ്ഞാൽ ഇപ്പം നമുക്കത് വിഷയമില്ല. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഇതിപ്പോൾ 6 ഗിയർ ആണ് മാനുവൽ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മളൊരു 6-ൽ പോയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ന്യൂട്രിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു 10-ന് മുകളിൽ പിടിക്കാം, 11 പോകുന്നതൊക്കെ പിടിക്കാം. പെട്രോളിന് ശരിക്കും കുറവാണ്. അപ്പോൾ അങ്ങനെ തെരഞ്ഞാണ് മാനുവൽ ഇടിക്കണം. മാനുവൽ കുറവാണ്, ഒരുവിധം എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഇപ്പോഴും നല്ല കണ്ടീഷനാണ്, കാഴ്ച കണ്ടീഷനാണ്. ഇത് നമ്മുടെ പ്രീമിയർ പത്മിനി. ഇത് നല്ല കണ്ടീഷനാണ്. ഇത് മറ്റേ ഹാൻഡ് ഗിയറാണ്, നെഞ്ചോട് ചേർത്ത്. ഞാനൊക്കെ പണ്ട് കുറേ വർഷങ്ങളോട് ഓടിച്ചുകൊണ്ട് നടന്ന 5909 KLI എന്ന് പറയുന്ന വണ്ടി ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയ വരുന്നുണ്ട്. ഇതും വെൽ മെയിൻറ്റൈൻഡ് ആണ് അല്ലേ? ആണ്, സ്റ്റോക്കാണ്. ഇതിൽ വേറെ ഹാൻഡ് ഗിയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറെ കാര്യം പറയാൻ വന്നത്, ഇതും ഹാൻഡ് ഗിയറാണ്, ആംബാസഡറും ഹാൻഡ് ഗിയറാണ്. ഈ ആംബാസഡറും അവിടെ ആംബാസഡർ ഹാൻഡ് ഗിയറാണ്. പിന്നെ ഈ ഫിൻടെയിൽ ഹാൻഡ് ഗിയറാണ്. ഫിൻടെയിൽ ശരിക്കും കമ്പനി ഹാൻഡ് ഗിയർ ഇറങ്ങിയാണ്. പക്ഷെ മിക്കവാറും ഇപ്പോൾ പ്ലാറ്റ്ഫോം ആക്കി. കാരണം ഗിയർ ബോക്സിന്റെ പ്രശ്നങ്ങളുണ്ടോ, അത് റിപ്പയർ ചെയ്യാൻ എന്റെയും മാക്സിമം എത്ര നാള് നിൽക്കുന്ന അറിയില്ല. കാരണം പിന്നീട് മാറ്റിയാൽ നിലത്തേക്ക് വരും. ഇപ്പൊ പക്ക ഹാൻഡ് ഗിയർ. സിസ്റ്റം വ്യത്യാസമുണ്ട്. അതിന്റെ ഒരേ പാറ്റേൺ ഗിയർ, പക്ഷെ അതിന്റെ വ്യത്യാസമുണ്ട്, പാറ്റേൺ വ്യത്യാസം. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ പഴയതല്ല, സെക്കൻഡ് ജനറേഷൻ മാരുതി 800 കൂടെ കാണാം. അത് പിന്നെ ഇപ്പോഴും നമ്മൾ ധാരാളം റോഡിൽ കാണാറുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ പഴയൊരു മിലിറ്ററി ജീപ്പ്. ഈ ജീപ്പ് ഓപ്പൺ ആണെങ്കിൽ പോലും അതിൽ AC കാണുന്നല്ലോ. അതെ, ഇത് ശരിക്കും AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ഇത് ഞാൻ ചെയ്തതല്ല, ചെയ്ത വണ്ടി നമ്മൾ വാങ്ങിച്ചാണ്. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ 2 ഡോറും ഉണ്ട്. അതിന്റെ ഉള്ളിലെ പച്ച കളർ ഇരിക്കുന്ന ഒരു ഡോർ ഉണ്ടെന്ന്, അതിൽ ഡോർ വെച്ച് അടച്ച AC ഇട്ടിട്ട് പോകാന്നുള്ള സെറ്റപ്പിലാണ്. പിന്നെ ഇതില് വീൽസ് ഇതൊക്കെ അവര് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ അവരുടെ വാങ്ങിച്ചതിൽ എനിക്കിതില് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഈ രക്തം ആരുടെ? വണ്ടി എന്റെ തന്നെ. അതായത് ഞാൻ ഗുരുവായിരുന്നു വാങ്ങിച്ചത്. ഏത് മോഡലാണ് ഇത്? ഇത് 80s വണ്ടിയാണ് ശരിക്കും. പെട്രോൾ? ഇത് പെട്രോൾ അല്ല, ഡീസലാ.
ഇനിയിപ്പോൾ നമ്മളിതാ 2 വീലേഴ്സിൻ്റെ ഒരു ശവപ്പറമ്പെന്ന് പറയാം, ആ മൂല നോക്കി അത് അങ്ങനത്തെ 4-5 വണ്ടിയേ ഉള്ളൂ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ. ബാക്കി ഇവിടെ ഇരിക്കുന്നത് ഇതേതാണിത്? ഇത് പെട്ടെന്ന് കണ്ട് മനസ്സിലാകുന്നില്ലല്ലോ. അല്ല, ഇത് ആക്ച്വലി ഇത് വിൻറ്റേജ് ലിസ്റ്റിലുള്ളതല്ല. ഇത് ഈ ഒരു വണ്ടിയാണ് ഞാൻ ആകെ ഷോറൂമിൽ നിന്ന് പുതിയത് വാങ്ങിച്ചിട്ടുള്ള വണ്ടി. ലിബറയാണ്. ലിബറാണ്. അപ്പോൾ ആ സ്മരണയിലാണെന്നല്ലേ ഞാൻ നിർത്തിയാണത്. 2003 എനിക്ക് 18 വയസ്സ് തികഞ്ഞപ്പോൾ വാങ്ങിച്ച വണ്ടിയാണ്. ശരി. പിന്നെ ഇവിടെ KB100 കാവസാക്കി ബജാജ് KB100. ഇത് ഈ പറഞ്ഞ പോലെ ഈ ഒരു 100cc ബൈക്കുകളെ ഉൾപ്പെടെ തുടങ്ങിയ സമയത്ത് വന്നതാണ്. അന്നത്തെ ഒരു മൈലേജ് ചാമ്പ്യനാണിത്. നല്ല മൈലേജ് ഉണ്ടായിരുന്നു. 4 സ്ട്രോക്കാണ്. അതും അത്യാവശ്യം നല്ല രീതിയിൽ. അത് ഗ്രാഫിക്സ് ഒക്കെ ഒറിജിനൽ തന്നെയാണ്. ടാങ്കിൽ ചെറിയ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അടിയിൽ. ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഇതിന്റെ ഇപ്പോൾ ഒരു സാധനം ഉള്ളിൽ മിസ്സിങ് വന്നിട്ട് അത് കിട്ടാല്ലാണ്ട് ഞാനൊരു 1/2 ഇഞ്ച് വാങ്ങിച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ കുറേ എണ്ണം. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം രജിസ്റ്റർ ചെയ്യാനുള്ള സ്പെഷ്യൽ ഉണ്ട്. ഇതെല്ലാം പലയിടത്തുള്ളതാണ്. ഇപ്പോൾ സിൽവർ പ്ലസ് അല്ലെങ്കിൽ ലൂണൊക്കെയാണ്. ഇത് ഡാർട്ട് എന്നുണ്ട്. കേട്ടണമെന്ന് ഭയങ്കര റയറാണ് ഈ വണ്ടി. അപ്പൊ ഇതൊരു എന്റെ ഫ്രണ്ട് അവന്റെ ഞാനിങ്ങനെ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ അവൻ ഇങ്ങനെ ബ്രോ ഒരു വണ്ടി വീട്ടിലിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എനിക്ക് വിളിക്കായിരുന്നു. അങ്ങനെ അവന്റെ വീട്ടിൽ പോയിട്ട് വാങ്ങിച്ചു തന്നെ. പക്ഷെ അത് ഒരു എക്കോണമിയിലും ചെയ്തു തന്നു. പക്ഷെ ഇത് അവൻ ഇടയ്ക്ക് മെസ്സേജ് അയക്കും പണി കഴിഞ്ഞു. പക്ഷെ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പെൻഡിങ് ലിസ്റ്റ് വെച്ചേക്കാം. ഡാർട്ട് പോലുള്ള വണ്ടിയുടെ പാർട്സ് ഇടുന്നത് ഇപ്പോൾ സോഴ്സ് ചെയ്യുന്നത് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടാങ്കും ചേസിന്റെ ഈ സെക്ഷൻ ഒഴിച്ചാൽ ബാക്കി പല പാർട്സും കോമൺ ഷേപ്പിലാണ് വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒത്തിരി പാർട്സ് അവിടെ ഇരിപ്പുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇതല്ലെങ്കിൽ തന്നെ നമുക്ക് ഇനി ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഇപ്പൊ എഞ്ചിൻ നമുക്ക് 50 എന്തെങ്കിലും കയറ്റി നമുക്ക് വർക്കിംഗ് ആക്കാം. അതിന് പ്രശ്നമില്ല. ഇപ്പൊ ഈ ചേസും ഈ ടാങ്കും ഒക്കെ ഉണ്ട് പ്രത്യേകത. അത് നിലനിർത്താൻ പറ്റും. അതുപോലെ ഇനി ഇവിടേക്ക് വരുമ്പോഴത്തേക്കും സുസുക്കി സമുറായി. അത് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ആദ്യകാല സ്പോർട്സ് ബൈക്ക് എന്നൊക്കെയുള്ള പേരിൽ വന്നതാണ്. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഷോഗൺ, സുസുക്കി ഷോഗൺ. അതുമൊക്കെ ഒരു കാലത്തെ യുവാക്കളുടെ ആവേശമായിരുന്നു. പിന്നെ ജാവ എവിടെ ഇരിക്കുന്നു. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് ലാംബിയല്ലേ? ഇത് ലാംബ്രട്ട. പഴയ ലാംബ്രട്ട ഇവിടെയുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് വളരെ ആധുനികനായ ഇറ്റാലിയാനോ സീരീസ്. അത് ആഗ്രഹിച്ച് വാങ്ങിച്ചതാ. ഈ അടുത്ത് വാങ്ങിച്ചതാ. സിംഗിൾ ഓണർ വണ്ടിയാ. ശരി. ബ്ലൈസ് ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു മാസം ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഡിസ്ക് ബ്രേക്കാണ് വണ്ടി. അതിൽ തന്നെ ഡിസ്ക് ബ്രേക്ക് കുറവായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ അംബാസഡർ KRF. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് 1962 മാർക്ക് 1 ഹാൻഡ് ഗിയർ. ശരി. വാവ്. ഇതിൻ്റെ ഇന്റീരിയറൊക്കെ ഉണ്ട്. ഇന്റീരിയറൊക്കെ പഴയ ടൈപ്പ് ആയിട്ടുണ്ട്. അതിൻ്റെ ഹാൻഡ് ഗിയർ ആണ്. അപ്പോൾ ഇതൊക്കെ ഈ അപ്പോൾസ്റ്ററൊക്കെ പിന്നീട് ചെയ്തതാണ്. അല്ല, ഇത് എനിക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള അത് നിലനിർത്തി എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഡോർ പാഡൊക്കെ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ അങ്ങനെ ഇരുന്നത്. അപ്പോൾ ഇത് അംബാസഡർക്ക് അറിയാം. അപ്പോൾ ഞാനിതിന് അലുമിനിയം പാഡ് വാങ്ങിച്ചിട്ട് ഈ അപ്പോൾസറി തന്നെ അതുമേ പുള്ളിയെ കൊണ്ട് ഈ റെക്സിനെ കൊണ്ട് ഫിറ്റ് ചെയ്യിപ്പിച്ചു. കാരണം ഈ പാറ്റേൺ പോകണ്ടിരിക്കും. അല്ലെങ്കിൽ പുതിയ റെക്സിൻ അടിച്ചാൽ ഇതിൻ്റെ ഒരു ശരിയാ. തന്നെ ഇപ്പോഴത്തെ അംബാസഡർ പലപ്പോഴും കാണുമ്പോൾ സങ്കടം വരും. പലരും ഈ മോഡിഫൈ ചെയ്ത് വൃത്തികേടാക്കി കൊണ്ട് നടക്കുന്നത് അംബാസഡർ. നമ്മൾ പറയുമ്പോൾ അതൊരു ഇതാവും. അവർ അങ്ങനെ ഒരു ഇഷ്ടമാണ്. ഇപ്പോൾ ബേസിക്കലി എനിക്കതിനോടൊരു നമ്മുടെ പർപ്പസും അങ്ങനെയല്ല. എന്നാലും ക്ലാസിക് കാർ ആ ഒരു ഇതിലാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് ഓരോരുത്തർ ഇപ്പോൾ ഇലക്ട്രിക് ഫോൾഡിങ് മിററും കുറേ അതൊക്കെ പോട്ടെ. ഇവിടുത്തെ മറ്റേ ഭയങ്കര കുറേ ലൈറ്റൊക്കെ വെച്ച് അങ്ങനെ അത് അവരെ മെയിൻ എനിവേ അവരുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതെ. എന്നാലും അത് ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇത് മോറിസ് മൈനർ KEV അല്ല KEV ആണ്. KEV ഇതും ഒറിജിനൽ കേരള ആയിരുന്നു. അതോ മദ്രാസ് ആയിരിക്കും? ഇതൊക്കെ മദ്രാസ് ആയിരിക്കും. അന്ന് കേരള രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടാവില്ലല്ലോ. ഇത് ഏത് മോഡലാണ്? ഇത് 1954. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടി 7 വർഷം കഴിഞ്ഞപ്പോൾ വന്ന കക്ഷിയാണ്. ശ്യാമ ഇതിൻ്റെ ഇന്റീരിയർ ഉണ്ടോ? ഇതിനകത്ത് വുഡൻ ട്രിമ്മൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നടുവിൽ കാണുന്നത് എന്താണ്? വുഡൻ അല്ലത് വുഡൻ പാറ്റേണിലുള്ള ഡിപ്പിംഗ് ആണ്. അതിന് നടുവിൽ കാണുന്നത് എന്താ? റേഡിയോ ആണോ? അത് ശരിക്കും പണ്ട് ഒരു എയർ വെന്റ് ആണ്. അത് ഇപ്പൊ നിലവിൽ അത് ഞാൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതായത് അതിലൂടെ ഒരു കേബിൾ വലിച്ചായിരുന്നു ഒരു കാറ്റിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരി. ഓക്കെ. ഇത് കൂടാതെ ഇതാ ബാക്കിലേക്ക് നോക്കിയാൽ വേറെ ചില സാധനങ്ങളുണ്ട്. അതായത് ഇതൊക്കെ അടയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട്. വയസ്സായ ആൾക്കാരായതുകൊണ്ട് പഴയ TV സോളിഡ് എയർ. ഇതൊക്കെ ഈ പുതിയ കുട്ടികൾ ആ പേര് പോലും കേട്ടുണ്ടാകാൻ സാധ്യത. സോളിഡ് ഷട്ടർ TV ആണ്. ഷട്ടർ TV അല്ലേ? ഇത് എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ ഞാൻ TV കണ്ടത് സോൾഡ് എയറിലായിരുന്നു. ചെന്നൈയിലൊരു വീട്ടിൽ പോയപ്പോൾ ഇതിങ്ങനെ അത് കുറച്ചൊക്കെ വരും. ഇതിങ്ങനെ തന്നെയാണ് കിട്ടുന്നത് അല്ലേ? ഇങ്ങനെ തന്നെ TVയുടെ കൂടെ ഒരു ബോക്സ് കൂടെ കിട്ടുന്ന ഒരു പ്രത്യേകതയുണ്ട്. പഴയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫിറ്റിങ്സ് ഇതിന്റെ ബോർഡെല്ലാം ഫിറ്റിംഗ് ഈ മരത്തുമീനാണ്. അതുകൊണ്ട് ദൂരാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഈ സാധനം ഇരിക്കുന്നത്. അതുപോലെ പഴയ ടേപ്പ് റെക്കോർഡറുകൾ, റേഡിയോ, ഫോണുകൾ. സ്പെഷ്യൽ സാധനമാണ്.
വാക്മാൻ വാക്മാൻ. ബുദ്ധിമുട്ടിട്ട് വാക്മാൻ കൊണ്ട് നടക്കാൻ. ഇതൊക്കെ പിടിച്ചോണ്ട് ഈ ഗൾഫിൽ നിന്നുള്ള ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുമായിരുന്നു അല്ലെങ്കിൽ ഗമയിൽ. അതൊക്കെ ഒരു കാലം. ഇതെൻ്റെ വീട്ടിലുണ്ടായിരുന്നാണ് ഈ നാഷണൽ പാർസൽ. ഇതെൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ കുവൈറ്റിൽ നിന്ന് ഇതും പിടിച്ചോണ്ടാണ് ഫ്ലൈറ്റിൽ ഇറങ്ങി വന്നത്. ഇതിന്റെ റെഡ് ഒക്കെയാണ് ടി വിയിൽ കാണിക്കേണ്ടത്. ഞാനിപ്പോൾ കിട്ടിയതൊക്കെ ഒരുവിധം അങ്ങനെ നമ്മളിപ്പോൾ ഇത് പലതും സ്ക്രാപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആൾക്കാർ വിചാരിച്ചാൽ ഇപ്പോഴും കിട്ടും. പക്ഷേ ഇപ്പം ഇച്ചിരി അവർ തന്നെ ഡിമാൻഡ് ആക്കി കൊടുക്കുന്നത് അത്രേ ഉള്ളൂ. ഇത് നാഷണലിന്റെ ടി വി. പക്ഷെ ഇത് ഭയങ്കര സൈസാണ്. ഞാൻ പിന്നെ അങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിൽ അങ്ങനെ ഇത് പണ്ടത്തെ മറ്റേ നമ്മൾ പോയിന്റ് ട്യൂണിംഗ് ഒക്കെ ചെയ്യല്ലേ. അതുപോലെ ഇവിടെ പഴയ വീഡിയോ ക്യാമറ പണ്ടത്തെ കല്യാണം എൻ്റെ കല്യാണം എടുത്തത് ഇതുപോലുള്ള വലിയ സാധനത്തിലായിരുന്നു. ഈ ജയറാം പറയില്ല ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് നോക്കുന്നുണ്ട് അങ്ങനെ. ഇത് പഴയ ഇത് നിങ്ങൾക്കൊന്നും ഈ പുതിയ തലമുറയ്ക്ക് പരിചയം ഉണ്ടാവില്ല. വീഡിയോ കാസറ്റ് ഇട്ട് നമ്മളൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്നത് NV380 എന്നൊക്കെ പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ സാധനമാണ് ആക്ച്വലി. ഇത് സൈക്ലോസ്റ്റാറ്റ് എന്നാണെന്നാണ് എൻ്റെ ഒരു മെഷീൻ എന്നാണ് എൻ്റെ ഒരു അറിവ്. തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയത്. ഇവിടെ നിന്ന് ഞാൻ കണ്ടില്ല. ഫോട്ടോസ്റ്റാറ്റിന് മുമ്പുണ്ടായിരുന്ന മെഷീൻ പേപ്പർ വെച്ചിട്ട് റെഡി അടിച്ച അതിൻ്റെ ഒരു ഇച്ചിരി ഇതൊന്ന് പെയിന്റ് ചെയ്ത് കസ്റ്റം ചെയ്ത് വെക്കണം എന്ന് സമയത്തിന്. ഇതൊക്കെ ശരിക്കും സിനിമയിലേക്കൊക്കെ ആവശ്യമുള്ളതാണ് അല്ലേ? ആവശ്യമുള്ളതാണ്. പക്ഷെ നമ്മൾ അതിന്റെ ആ റൂട്ടിലേക്ക് പോയിട്ടില്ല. നമ്മുടെ സ്വന്തം പർപ്പസ്. കാരണം അതൊക്കെ ആർട്ടുകാരിൽ ഒത്തിരി ഉണ്ട്. നമുക്ക് ഷോർട്ട് ഫിലിംകാർക്കാണ് പിന്നെ ഒരു സപ്പോർട്ട് ആവശ്യം വരാനുള്ളൂ. പിന്നെ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഗംഭീരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താണ്. API ആന്ധ്രാപ്രദേശ് സ്കൂട്ടേഴ്സിൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ ആദ്യകാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ കേരള ഓട്ടോ ലിമിറ്റ് കാലും APIയും ആയിരുന്നു. കാലുണ്ട് എൻ്റെ അടുത്ത്. കാലുണ്ട്. കാലും ഇതുമായിരുന്നു പ്രധാന വണ്ടികൾ. പിന്നെ ഇതിനൊക്കെ പൂർണ്ണമായിട്ടും ഇവരെ നമ്മൾ തഴഞ്ഞത് ബാക്ക് എഞ്ചിൻ ബജാജ് വന്നപ്പോഴാണ്. അതൊരു യാത്രാസുഖം എന്ന് പറഞ്ഞാൽ ഗംഭീരം. അപ്പോൾ എനിക്ക് അന്നൊക്കെ ഓർമ്മയുണ്ട്, നമ്മൾ ഈ API വരുമ്പോൾ ഈ ബാക്ക് എഞ്ചിൻ വന്ന കാലത്ത് API വരുമ്പോൾ കൈ കാണിക്കാൻ നിൽക്കും. ബാക്ക് എഞ്ചിൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരുന്ന സാധനമാണ്. ഇത് ചാടിച്ചാടിയാണ് പോകുന്നത്. പക്ഷേ ഇതിലൊരു സീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിലോട്ട് ചെരിഞ്ഞ ഈ സെമി സ്ലീപ്പർ സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ്. ശരിയാ. ഇത് ശരിക്കും പറഞ്ഞാൽ ലാംബ്രട്ട ഇറ്റലിയിലെ ലാംബ്രട്ടയും മറ്റേ ആന്ധ്രാപ്രദേശിന്റെ സിൻഡിയായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ഇത് ഇറങ്ങി. പക്ഷെ ഇത് ബേസിക്കലി എൻ്റെ അറിവാണ്, ഇത് ഇറങ്ങിയിരുന്നത് ഫ്രണ്ട് പാനലാണ്. ഇങ്ങനെ കമ്പനി ഇറക്കിയിരുന്നത് ഇങ്ങനെ ഗ്ലാസ് ഫ്രെയിം, ഈ ഫ്രെയിം ഇങ്ങനെ ചെയ്ത് എന്തും കെട്ടാൻ നമുക്ക് തന്നെ. ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ്, അതല്ലെങ്കിൽ പാസഞ്ചർ, അതല്ലെങ്കിൽ മറ്റേ ഈ തപാലിന്റെ പോലത്തെ മോഡൽ ബോഡി, അങ്ങനെ വേണമെങ്കിൽ ഇതൊക്കെ കോമൺ. ഇത് കേരളത്തിൽ തന്നെ തൃശ്ശൂർ ബോഡി വേറെയാ, എറണാകുളം ബോഡി വേറെയാ, കണ്ണൂർ ബോഡി വേറെയാ. അപ്പൊ ആ കണ്ണൂർ ബോഡി അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ പല ബോഡിയാ. അപ്പൊ പലർക്കും പലരും ഇപ്പോഴത്തെ ചില പിള്ളേർ പറയും ഇത് ഒറിജിനൽ അല്ല മറ്റേത് ഒറിജിനൽ. അങ്ങനെയല്ല, എല്ലാം ഒറിജിനൽ തന്നെ. പക്ഷെ ഇത് പല സ്ഥലത്തും പല രീതിയിൽ കെട്ടണമെന്ന് മാത്രം. ഇതിപ്പോ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ 4 വർഷം ആവാറായി. അതിന്റെ ഒരു ചെറിയ ഇതുകൾ ഉണ്ടാവാം, ഫെയ്ഡിങ്. അങ്ങനെ നമ്മൾ അടയ്ക്കാറില്ല ഇതിങ്ങനെ. ഇതിങ്ങനെ ആൾക്കാർ ഹാഫ് കട്ടൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡോർ അടയ്ക്കും, പക്ഷെ കാറ്റും പൊടിയും ഉള്ളിലോട്ട് വരും. ഇതിവിടെ ആൾക്കാരെ കാണാൻ വരാറുണ്ടോ ധാരാളം പേരൊക്കെ ഇവിടുത്തെ വണ്ടികൾ? അതായത് ഫ്രണ്ട്സ് അങ്ങനത്തെ കണക്ഷനാണെങ്കിൽ വിളിച്ചിട്ട് വരാം. അങ്ങനെ ഞാനിവിടെ ഉണ്ടാവണം എന്നുള്ള. അല്ലാത്തവർ ഇതിൽ ചിലപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ വണ്ടി നിർത്തി നോക്കുന്നുണ്ടാവാം. ഇതിൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സ്, ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ റിലേറ്റീവ്സ് ഉണ്ടാവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങളിടയ്ക്ക് ക്യാമറ വേറെ ഞാൻ എടുത്ത് നോക്കും. ഇവിടെ ക്യാമറ ഫുൾ ടൈം വർക്കിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി നിർത്തി ചിലപ്പോൾ നോക്കി അവർ പോകുന്നുണ്ടാവും. പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങി ഞാൻ ഇത് ഓഫീസായിട്ട് നമ്മൾ ഇരിക്കാത്ത കാരണം ഫുൾ ടൈം ആളുണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഗാരേജിലേക്ക് പോകാം. അപ്പോൾ അങ്ങോട്ട് നടക്കുന്ന വഴി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ മലയാള സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല സിനിമകൾ ഇപ്പം ഏറ്റവും പുതിയ കാലത്ത് അങ്ങനെ ഓസ്ലർ, അതുപോലെ തന്നെ മിന്നൽ മുരളി, അങ്ങനെയുള്ള ധാരാളം സിനിമകൾ അഭിനയിച്ച ധാരാളം വാഹനങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്ന സിനിമകൾ, നമ്മുടെ വാഹനങ്ങളുടെ പ്രധാന വേഷത്തിലൊക്കെ വന്ന സിനിമകൾ ഏതൊക്കെയാണ് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വണ്ടികൾ ഞാൻ കൊടുത്തൊരു സിനിമ എന്ന് പറയുന്നത് കിങ് ഓഫ് കൊത്തയാണ്, ദുൽഖറിൻ്റെ. അത് 49 വണ്ടി കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് 5.5 മാസം ഷൂട്ടുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു, ഞാൻ പോയി വരില്ലായിരുന്നു. അത് കാരക്കുടി എന്ന് പറഞ്ഞ കാരക്കുടിയിലായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടി പല വണ്ടികളും വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ആ തുടക്കത്തിൽ നമുക്കൊരു ട്രയൽ റൺ പോലെ പുള്ളി ഒരു ഫിറോസ് എന്നുള്ള പുള്ളിയുടെ ഗർഫിലെ വർക്ക് എനിക്ക് വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഒരു മാസം ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചാൽ മതി. പിന്നീട് നമ്മൾ പക്ക സപ്പോർട്ട് ചെയ്യുന്ന തന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് സെക്കൻഡ് ഷെഡ്യൂളും കിട്ടി. പിന്നെ പടം ഇത്തിരി പാൻ ഇന്ത്യ ലെവലായിരുന്നല്ലോ, അപ്പോൾ ഷൂട്ട് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ നമ്മൾ അതിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഷോഗണൊക്കെ ആ സമയത്ത് വാങ്ങിച്ചത്. ഷോഗൺ സാമുറായി അപ്പോഴും പുറത്ത് സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളെ സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല ഒരു വണ്ടി സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് ആളെ സോഴ്സ് ചെയ്യണമെന്നില്ലെങ്കിൽ, അപ്പോൾ നമ്മളൊരു 10 വണ്ടി കൊണ്ടുപോയാൽ 10 പേര് 5 റൂം, നമ്മൾ കൊണ്ടുപോയാൽ 5 ബൈക്ക് 10 വണ്ടി കൊണ്ടുപോയാൽ 2 പേര് ഒറ്റ റൂം. കാരണം എല്ലാ വണ്ടിയും ഓടിക്കേണ്ട കേസില്ലല്ലോ. പിന്നെ നമ്മുടെ റിക്കവറിയിലാണ് ചിലപ്പോൾ 10 വണ്ടി 14 വണ്ടി കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഒരു നമ്മുടെ സൈഡിൽ നിന്ന് ബഡ്ജറ്റ് പക്കയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ അടുത്ത കാലത്ത് ഇപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നതിന് മുമ്പ്
വിനീതിന്റെ അസോസിയേറ്റ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു പുള്ളി. അപ്പം ഞാൻ ആക്ച്വലി പുള്ളിയുടെ ഇങ്ങനെ പറഞ്ഞു ധനഞ്ജയ പുള്ളിയുടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ 70s വണ്ടി ചെയ്യുന്നുണ്ട് 1 2 3 റെഫറൻസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു 70s ലാസ്റ്റിൽ വന്നെങ്കിലേ ഉള്ളൂ. എന്തായാലും ഞാൻ ബൈജോടൻ പറഞ്ഞെങ്കിൽ അത് തെറ്റില്ലായിരിക്കും. ഇപ്പം എനിക്ക് അങ്ങനെ പറയാം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടിയും കൺഫേം ചെയ്തിട്ട് അതാക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഫിൻഡയിലേക്ക് പോകാൻ. അപ്പോൾ പിന്നെ അവർക്ക് കളർ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ വണ്ടിയാണ് ഇവിടെ പ്രണവ് ഓടിച്ചു പോണത്. ഞാനാണ് ട്രയലൊക്കെ ഒന്ന് പോയത് മുമ്പ് കൊണ്ട് ഓടിക്കാൻ. അന്ന് ആ പടത്തിന് വേണ്ടി കുറേ വണ്ടികൾ ഞാനാണ് ഏതൊക്കെ മോഡലാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രമിച്ചത്. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ രസികൻ കുറേ സാധനങ്ങളുണ്ട്. രസികൻ എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ 80s 90s താരങ്ങളായിരുന്ന വാഹനങ്ങളാണ്. അതുകൂടാതെ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഫിലിം ഷൂട്ടിംഗ് എന്നൊക്കെ എഴുതി പിടിച്ചത് റിക്കവറി വാനാണ് ആ കിടക്കുന്നത്. നമ്മുടെ വണ്ടി ഫസ്റ്റ് ട്രിപ്പ് കാഴ്സ് എന്നാണോ നമ്മുടെ അതിൻ്റെ പേര്? ഫസ്റ്റ് ട്രിപ്പ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ഒരു ചെറിയൊരു പലരും ചോദിക്കാൻ ഒരു പ്രത്യേക പേരാണ്. സാധാരണ ആൾക്കാർ ഇടുന്ന പോലത്തെ ഒരു അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെഡ്ഡിങ് ആയിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കല്യാണം കഴിഞ്ഞുള്ള ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങളുടെ കൂടെയാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ക്യാപ്ഷൻ അങ്ങനെയായിരുന്നു, എക്സ്പീരിയൻസ് യുവർ ഫസ്റ്റ് ട്രിപ്പ് ആസ് എ കപ്പിൾ വിത്ത് എസ് എന്ന് പറഞ്ഞിങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് അത് ആ ഒരു പേര് വന്നത്. പക്ഷെ അത് ഫിലിമിലേക്ക് ഒരിക്കലും സൂട്ടല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് വെഡ്ഡിങ് കാർസ് എന്നുള്ളത് മാറ്റിയിട്ട് ഫസ്റ്റ് ട്രിപ്പ് കാർസ് ആക്കി. പിന്നെ ഈ ഫസ്റ്റ് ട്രിപ്പ് വെഡ്ഡിങ് കാർസിൽ ചെറിയൊരു റീച്ച് നമുക്കുണ്ട്. അപ്പോൾ പിന്നെ പേര് മാറ്റിയാൽ അതിനെ ബാധിക്കേണ്ടെന്ന് വെച്ചിട്ട്. ഇത് പഴയ മെറ്റഡോർ വാനാണ്. ഈ പറഞ്ഞ പോലെ ഒരു കാലത്ത് ഈ ഇന്ത്യയിലെ ഇപ്പോൾ ഈ എന്താ പറയുക ട്രാവലറൊക്കെ വരുന്നതിന് മുമ്പ് ഇതായിരുന്നു നമ്മുടെ പീപ്പിൾ മൂവർ എന്ന് വിളിക്കാവുന്നത്. ഈ ആക്ച്വലി മെയിൻറ്റൈൻഡ് അല്ല, നമുക്ക് മെയിൻറ്റൈൻഡ് വണ്ടികൾ ഉള്ളിൽ വേറെ രണ്ടെണ്ണം. ഇതൊക്കെ സിനിമയിൽ വന്നിട്ടുള്ളതാണോ? ഇത് ബേസിക്കലി സിനിമയ്ക്ക് കൊടുത്തിട്ടില്ല. ഇത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി വാങ്ങിച്ചാണ്. പിന്നെ അത് അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തതാണ് ആള് പുറത്തിരിക്കുന്നത്. ഇത് പഴയ പുറത്താണ്. ഇത് അതുകൊണ്ടല്ല, ഇത് ഓൾട്ടർനേറ്റ് കമ്പനി കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇത് ശരിക്കും ഗസേൽ എന്നുള്ള മോഡൽ, സ്റ്റാൻഡേർഡ് ഗസേൽ. ഇത് നന്നാക്കി എടുക്കാനുള്ള പരിപാടിയിലാണോ? നന്നാക്കി എടുക്കാനല്ല, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എഞ്ചിൻ സ്റ്റാർട്ടിംഗ് ആണ്. ആണോ? അവിടെ നോക്കട്ടെ, എഞ്ചിൻ സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേ ഇതിന്റെ മെക്കാനിക്കൽ പാർട്സ് ഒക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഇതങ്ങനെ ഒരു തീരെ ചീപ്പ് അല്ലെങ്കിലും അല്ല അങ്ങനത്തെ ഒരു വിലയ്ക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ ഒരു ഈ വീലിന്റെ സസ്പെൻഷൻ കിടക്കണുണ്ടോ ഇങ്ങനെയാണ് ആപ്പയുടെ മറ്റേ സെറ്റപ്പിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് എനിക്ക് 9000 rupees വന്നു. ഇത് അതും ഭാഗ്യത്തിന് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങനത്തെ ആവശ്യം നമ്മളെന്തായാലും ആ വണ്ടി കണ്ടിന്യൂ ഉദ്ദേശിക്കുന്നുണ്ട്. ഹെറാൾഡ് കംപ്ലീറ്റ് പാർട്സ് പറ്റും. അപ്പോൾ പിന്നെ അങ്ങനെ നിർത്തി. പൊളിച്ചാൽ പിന്നെ ഞാൻ എടുത്തു വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പൊളിക്കാണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ പഴയ ട്രക്കർ, ഇതിപ്പോൾ ഈ പറഞ്ഞ മലപ്പുറം ട്രാക്സ്. ഇത് മലപ്പുറം പാലക്കാട് ജില്ലകളുടെ രോമാഞ്ചമായ ഒരു വാഹനമാണ്. ഇത് നിങ്ങളിൽ പലരും ഡ്രൈവിംഗ് പഠിച്ച വാഹനമായിരിക്കും. ഈ പറഞ്ഞ പോലെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ഒരു പീപ്പിൾ മൂവർ ആയിരുന്നു. അതും കേരളത്തിലെ ഈ ചില ജില്ലകളിൽ മാത്രം ഹിറ്റായ ഒരു വാഹനമാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതാണ്. ഇതെനിക്ക് തോന്നുന്നത് ഏതോ സിനിമയ്ക്ക് വേണ്ടിയാണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, കണ്ടിന്യൂറ്റി. ശരി. അത് നിങ്ങളിപ്പോൾ അടുത്ത കാലത്ത് ഇതിപ്പോൾ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഒത്തിരി വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ വണ്ടിയുണ്ട്, ഹയാസ് ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് ഈ ടാക്സി പെർമിറ്റ് എന്നൊക്കെ അടിച്ചിരിക്കുന്നത്. ശരിക്കും ഇത് പ്രൈവറ്റ് വണ്ടിയാണ്. പ്രൈവറ്റ് വണ്ടി. അപ്പോൾ അങ്ങനെ ഇതിന് അങ്ങനെ ഒരു യോഗം ഉണ്ടല്ലേ? വണ്ടികൾക്കെല്ലാം പലപ്പോഴും നിറം മാറുന്നു. നിറം നമ്മളാണ് ഫുൾ മാറ്റണമെങ്കിൽ നമ്മളായിട്ട് മാറ്റാൻ നമുക്ക് നല്ലത്. അവർ മാറ്റിയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാത്തൊരവസ്ഥയും. ശരി. ഇനിയാണ് ഇവിടുത്തെ അടുത്ത കാലത്തെ ഒരു സൂപ്പർ താരത്തെ നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എന്താ പറയുക ആകാംക്ഷയോട് പിടിച്ചിരുന്ന് കണ്ട സീനിലെ നായകനാണ് മിന്നൽ മുരളിയിലെ ബസ്. അതായത് മിന്നൽ മുരളി എന്ന് പറയുന്ന എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി മനുഷ്യൻ്റെ ഏറ്റവും വലിയ സാഹസിക കൃത്യം നടന്നത് കൊക്കയിലേക്ക് മറിയാൻ പോകുന്ന ഈ ബസ്സിനെ പിടിച്ചു നിർത്തലായിരുന്നു. അത് എത്ര ദിവസം ഷൂട്ടായിരുന്നു ബസ്സിന്? അല്ല, അത് ബേസിക്കലി ആ പടത്തിലേക്ക് കൊടുത്തത് ഞാനല്ല. ഞാൻ ആ പടത്തിൽ ആ പ്രൊഡക്ഷൻ കമ്പനി ഇത് വാങ്ങിക്കുക ചെയ്തത്. അവരത് വാങ്ങിച്ചിട്ട് ഇത് എന്തോ മെക്കാനിക്കലി കുറച്ച് വർക്കൊക്കെ അവർ ചെയ്തു പറഞ്ഞു. വണ്ടി വെൽ മെയിൻറ്റൈനിലാണ് കിടന്നിരുന്നത്. അങ്ങനെ അവർ ഷൂട്ട് കഴിഞ്ഞിട്ടും വണ്ടി വെയിറ്റ് ചെയ്തു. അതായത് എന്തെങ്കിലും റീഷൂട്ടോ അങ്ങനെ ഒരു രീതിയിൽ എടുത്ത പടമായിരുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് മീൻസ് സിനിമയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അറിയില്ല, പിന്നെ ആളൊരു സൈഡിലോട്ട് പോയി. അങ്ങനെ ഞാനിത് യൂട്യൂബ് ചാനലിൽ കണ്ടായിരുന്നു. ഇത് മിന്നൽ മുരളിക്ക് ഒരു രക്ഷകനെ തേടി ഒരു വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് കോണ്ടാക്ട് ഇല്ലായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് ആഷിഖ് എന്ന് പറഞ്ഞ ഫ്രണ്ട് വഴി അവൻ പറഞ്ഞ അങ്ങനെ വണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ പോയി. എവിടെ കിടന്ന വണ്ടി അത്? അല്ല, പിറ്റേ ദിവസം കാലത്ത് എവിടെ കിടന്ന വണ്ടി അത്? ഇത് കളമശ്ശേരി ഒരു ഗോഡൗണിൽ ഒരു പാർക്ക് ചെയ്തിരുന്നു. ഞാൻ വൈകിച്ചില്ല, കാരണം വൈകിട്ട് ഒത്തിരി വണ്ടികൾ മിസ്സായിട്ടുണ്ട്. ഇപ്പോഴും പലരും OLX-ലും മാർക്കറ്റ് പ്ലേസിലും ഞാൻ ഇതിൻ്റെ ഒരു ഇത് പറയാം, പലരുള്ള അഡ്വൈസ് കൂടിയാണ്. മെസ്സേജ് അയച്ച് സമയം കളഞ്ഞിക്കുക, ലാസ്റ്റ് എത്ര അങ്ങനെ നിൽക്കരുത്. ഒറ്റയടിക്ക് പോകും, അവിടെ ചെന്നിട്ട് കിട്ടില്ല. അങ്ങനെയാണ് ഇത് ഡീൽ ചെയ്തത്. അല്ലെങ്കിൽ പോയാനെ ഒരാൾ ഡീലിങ്ങിൽ നിൽക്കായിരുന്നു, ആ ഗ്യാപ്പിൽ കിട്ടിയത്. ഏതായാലും ഇത് ഈ പറഞ്ഞ പോലെ കുറേ ഗ്രാഫിക്സും ഒക്കെ ഇതിന് പേരിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് പഴയ പെയിന്റ് ചെയ്ത് ഓസ്ലറിന് വേണ്ടി, ഓസ്ലറിൽ ആ സീനിൽ കാണിക്കാൻ വേണ്ടി.
അതുപോലെ ഇത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ വന്നിട്ടില്ലേ? ഇതല്ല ബാക്കിൽ വണ്ടി, അത് ബാക്കിലാണ്. ആ ബാക്കിലെ ഇത് ഒത്തിരി ലാസ്റ്റ് തുണ്ടിലുണ്ട്. ഒത്തിരി പടങ്ങളിലെ പോലീസ് വണ്ടിയായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് സുമയ്ക്കൊരു താരപരിവേഷം വന്നിട്ടുണ്ട്. കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഇത്തിരി ഒന്ന്. ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാല്, ഇത് ഞാൻ തേർഡ് ഓണറാണ്. ഇതിന്റെ സർവീസ് ബുക്ക് ഒക്കെ അതിനുള്ളിലുണ്ട്. ഈ വണ്ടി ഇതിലത്തെ ടൈപ്പ് വണ്ണ, അതായത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഈ ഹെഡ്ലൈറ്റ് ഫസ്റ്റ് 94 വരുന്ന ലൈറ്റ് ഇങ്ങനെയാ, 96 വരെ. 6 ഇതിന്റെ തന്നെ ഇത്രയും വരുന്ന സ്ക്വയർ വന്നിരുന്നത്. അപ്പൊ ഈ ഹെഡ്ലൈറ്റ് വണ്ടി ഭയങ്കര കുറവാ. ഈ ഗ്രില്ലില് മറ്റേ ടീ വന്നിരുന്നതാണ് പിന്നീട് വന്ന. ഇതെനിക്ക് തോന്നുന്നു 407 ഹെഡ്ലൈറ്റ് ആദ്യ കാലത്ത്. 407 ഹെഡ്ലൈറ്റ് അതുപോലത്തെ അല്ല ഗ്രില്ല്. ഈ പാറ്റേൺ ഗ്രില്ല് 6 വരെ ഉള്ളൂ, 96 വരെ. ഇവിടെ മറ്റൊരു ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നല്ലേ? ഇത് പാൻ ഇന്ത്യൻ സുന്ദരി എന്ന് പറഞ്ഞൊരു നമ്മുടെ സണ്ണി ലിയോൺ വന്നൊരു പടം, അതിന്റെ ഇത് പറയുകയാണെങ്കിൽ ഒരു എപ്പിസോഡുകളുണ്ട്. ഇപ്പോഴും കാശ് പെൻഡിങ് ആണ്. ക്ഷമിച്ചു. പുള്ളിക്കാരി എനിക്ക് ഒന്നാണ്. അതായത് ഇത് നമ്മുടെ ജോണി ആന്റണിയുടെ മുഖമാണല്ലോ. അത് പ്രൊഡക്ഷൻ അത് പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ കേസിലാണ്. ഇപ്പൊ നമ്മുടെ ഫണ്ടും ബ്ലോക്കാണ്. വീണ്ടും നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ആ പഴയ സ്റ്റാൻഡേർഡ് ഒരെണ്ണം ഇവിടെ കിടക്കുന്നു. പിന്നെ ഇവിടെ 1000 അല്ലേ ഇത്? അത് എസ്റ്റീമോ? 1000 ആണ്. മാരുതി 1000. ഇന്ത്യയിലെ ആദ്യകാല ലക്ഷറി വാഹനം എന്ന് പറയാവുന്ന വാഹനമാണ്. പിന്നെ അതിൻ്റെ പുറകിൽ നമ്മൾ ഈ അടുത്ത ഇടയ്ക്ക് ഒന്ന് ഷൂട്ട് ചെയ്ത യൂനോ ആണ്. ഫിയറ്റ് യൂനോ കിടക്കുന്നു. യൂനോയുടെ പെട്രോൾ അല്ലേ? നമ്മൾ ഫയർ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു നൊസ്റ്റാൾജിയ വീഡിയോ ചെയ്ത്. അത് ഫയറാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ ബാക്കിലാണ് പഴയ കാലത്തെ താരം എന്ന് പറയുന്നത്. അതായത് ഈ വാഹനത്തിൻ്റെ സൗണ്ട് എന്ന് പറയുന്ന ഒരു മൂളലുണ്ടായിരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ വായും പൊളിച്ച് നോക്കി നിന്നിട്ടുണ്ട്. ദൈവു സീലോ. ദൈവം എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ ഇല്ല. അത് ഇന്ത്യയിൽ ആദ്യകാലത്ത് വന്നിട്ട് മറ്റേ ജനറൽ മോട്ടോഴ്സിൻ്റെ വകയായിട്ട് കൊണ്ടുവന്ന വാഹനമായിരുന്നു ദൈവു എന്നുള്ള ബ്രാൻഡ്. ആ ബ്രാൻഡിൽ നിന്ന് പോയി കൊറിയൻ വാഹനമായിരുന്നു. ഇപ്പോഴും ദൈവുവിൻ്റെ 2-3 വാഹനങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാം അവിടെ ഇവിടെയൊക്കെയായിട്ട്. പക്ഷേ സിയലോ എന്ന് പറയുന്നത് അങ്ങനെ കണ്ടു കിട്ടാനില്ല. ഞാനൊരു നൊസ്റ്റാൾജിയ ചെയ്യാൻ വേണ്ടി സിയലോ അന്വേഷിച്ച് നടക്കുന്നത് കുറച്ച് കാലമായി. ഇതൊക്കെ റണ്ണിങ് കണ്ടീഷനാണ്. റണ്ണിങ് കണ്ടീഷനാണ്. പക്ഷേ ഇത് എന്താ പ്രശ്നം, ഇത് റണ്ണിങ് കണ്ടീഷൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബാക്കി വർക്കിലോട്ട് പോകാൻ സമയം കിട്ടുന്നത്. ഞാൻ 1 ടൈം ടാങ്ക്സ് ഒക്കെ അടച്ചു. ഇപ്പോൾ ഇതിൻ്റെ വൈപ്പർ പോലും അങ്ങനെ സ്റ്റക്കാണ്. അപ്പോൾ ഇത് ഇനി ഇലക്ട്രിക്കലിന് കൊണ്ടുപോകണം, പിന്നെ പെയിൻറ്റ് ചെയ്യണം, പിന്നെ ഇന്ത്യയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പണ്ട് 3-4 വണ്ടി ഒരുമിച്ച് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയാൽ നമുക്ക് പല ചിന്തകളിലോട്ട് പോയി തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ ഒരു വണ്ടി ഒരു സമയം, മാക്സിമം 2 വണ്ടി, അതിൽ കൂടുതൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ലിസ്റ്റ് ഇപ്പോൾ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇത് എല്ലാം തീർന്നു കഴിയുമ്പോൾ എനിക്കൊരു ദിവസം തരണം. തീർച്ചയായും നൊസ്റ്റാൾജിയ ചെയ്തിട്ട് എന്തായിരുന്നു സീലോ എന്നുള്ളത് പുതിയ തലമുറയൊന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വീഡിയോ ചെയ്യാം. ഇതാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിപ്പോൾ അത് എവിടെയായിരുന്നു? കൊടൈക്കനാലിൽ തന്നെ ആയിരുന്നു കൊണ്ടുപോയത്? അല്ല, ഇത് കൊണ്ടുപോയത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതായത് ഒന്നില്ലെങ്കിൽ ഈ ഇലവിഴ പുഞ്ചിറ ആ സൈഡോ അല്ലെങ്കിൽ ആ വേഗം സൈഡിൽ എവിടെയാണ് അങ്ങോട്ടല്ല. അത് ഒരു പല ലൊക്കേഷനിലും. പിന്നെ ഇവിടെയാണ് ഇന്ത്യയിലെ മറ്റൊരു പ്രധാന താരമായിരുന്ന ടാറ്റ എസ്റ്റേറ്റ്. ടാറ്റ എസ്റ്റേറ്റിന് പ്രത്യേകിച്ച് വെച്ചാൽ ഇന്ത്യയിൽ നിർമ്മിച്ച കാറുകളിൽ ആദ്യമായിട്ട് പവർ വിൻഡോ അല്ലേ വന്നത്. അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള സീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിലാണ് വന്നത്. ഇതൊക്കെ അന്നത്തെ ഏറ്റവും വലിയ പണക്കാർ ഉപയോഗിച്ചിരുന്നതാണ്. ഗംഭീരമായ ഡ്രൈവിംഗ് കംഫർട്ടായിരുന്നു. പക്ഷേ ടാറ്റയുടെ അക്കാലത്തെ ചില പ്രശ്നങ്ങൾ വണ്ടിക്കുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഉഗ്രം വണ്ടിയായിരുന്നു. ഒരു എസ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്നത് അന്നോ ഇന്നും വിജയിച്ചിരിക്കുന്ന ഇതേ ഉള്ളൂ. അതിന് ശേഷം അതിന് മുമ്പ് ഒന്നും ഇന്ത്യയിൽ ഒരു എസ്റ്റേറ്റ് മോഡൽ വിജയിച്ചിട്ടില്ല. ഇതാണ് വിജയിച്ചതെന്ന് പറയാവുന്നൊരു വാഹനം. ഇതും വർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ലൈനിലുള്ളവരൊക്കെ ഒരുവിധം ഇതാണ് ഈ പുനർജന്മം കാത്തിരിക്കുന്നത്.
ഇനിയിപ്പോൾ ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയുടെ ചരിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കാര്യത്തിലാണ് ഞാൻ സിജുവിനെ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഇന്ത്യയിൽ നിർമ്മിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യകാലത്തോട്ട് വന്നിരിക്കുന്ന എല്ലാ ടൂ വീലേഴ്സും കൂടെയുണ്ട്. അങ്ങേ അറ്റത്ത് വന്ന ബജാജ് സണ്ണിയുടെ ഒക്കെ പഴയ ആഡ് എന്ന് പറയുന്നത് ഭയങ്കര രോമാഞ്ചകരമായ ആഡായിരുന്നു അല്ലേ? സണ്ണിയുടെ നല്ലൊരു വണ്ടി അവിടെയുണ്ട്. മെറൂൺ, അതിൻ്റെ ആ പണ്ടത്തെ സെയിം കളർ, ഒരു മെറൂൺ പോലെ. അത് റണ്ണിങ് ആണ്. ഇത് റണ്ണിങ് ആക്കിയിട്ടില്ല. അതിനുശേഷം കയൻഡി ഹോണ്ട, ഇന്ത്യയുടെ എന്ന് പറഞ്ഞ ഗിയർലെസ് വിപ്ലവം കൊണ്ടുവന്ന കയൻഡി ഹോണ്ട. പിന്നെ സൂപ്പർ, പ്രിയ, ചേതക്ക്, വെസ്പയിൽ തന്നെ ഇത് T5, അത് സെലക്ട് ടു. ഈ പറഞ്ഞാൽ ഇപ്പം കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഈ ബജാജിൻ്റെ ചേതൊക്കെ പ്രിയക്കൊന്നും ഇല്ലെങ്കിലും അതിലൊക്കെ വലിയ വലിയ വ്യത്യാസങ്ങളാക്കാറുണ്ട്. അത് നമ്മൾ സലിംകുമാർ മുദ്ര ശ്രദ്ധിക്കണം, അല്ലാതെ നോക്കുമ്പോൾ ഒരേപോലത്തെ കുറച്ച് വണ്ടികൾ. അതെ. പിന്നെ LML വെസ്പയുടെ പ്രത്യേകിച്ചാൽ ബജാജ് ചേതക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്കായിരുന്നു എഞ്ചിൻ. അപ്പോൾ ബാലൻസിങ് ഒരു ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വെൽ ബാലൻസ്ഡും ഭയങ്കര റൈഡിങ് കംഫോർട്ട്. പിന്നെ സീറ്റിംഗ് പൊസിഷൻ അടിപൊളിയായിരുന്നു. അപ്പോൾ ശരിക്കും അങ്ങനെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്കൂട്ടർ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന ശരിക്കും സൗണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ ഇരുചക്ര വാഹനങ്ങൾ ബൈക്കുകളുടെ കാര്യത്തിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതേ കളറിലുള്ള ഇൻസൂസിക്ക് ഒന്നും കാണാനേ കിട്ടില്ല അല്ലേ? അതിനേക്കാളും കുറവാണെങ്കിൽ ബ്ലൂ ഒറിജിനൽ കളറല്ലേ? ശരി, എനിക്ക് ഒറിജിനൽ കളറുമാണ്. പിന്നെ ബ്ലൂ ഇത് സിംഗിൾ ഓണർ വണ്ടി ഞാൻ വാങ്ങിച്ചതാ. ഇത് 85 ശരിക്കും വണ്ടി, മീൻസ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയുള്ളൂ. 84 ലാസ്റ്റിലാണ് പുള്ളി രജിസ്ട്രേഷൻ. അതിന്റെ ഇതൊക്കെ എൻ്റെ അടുത്തുണ്ട്. മീൻസ് പുള്ളി ആദ്യത്തെ തൃശ്ശൂർ ഡെലിവറി എന്നൊക്കെ, പക്ഷെ അതിന്റെ 100% എനിക്കല്ല, പലരും അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷെ ഇതൊരു അൺഎക്സ്പെക്ടഡ് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്, കിട്ടില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരുപാട് വണ്ടി അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെറുതെ പോയി ചോദിക്കാൻ മടിക്ക് ബോർഡിൽ നമ്പറിൽ വെച്ച് വിളിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ഞങ്ങൾ ചെന്ന്, അത് ഞങ്ങൾ ഓപ്പോസിറ്റ് ഭക്ഷണം കയറിയതാ. അങ്ങനെ അതിൽ ഇത് 1000 അഡ്വാൻസ് കൊടുത്ത്. അതാണ് ഈ പറഞ്ഞ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ നമ്മളിത് വില കുറയ്ക്കുമ്പോൾ എന്നൊക്കെ ചോദിച്ച് വില പേശി നിൽക്കുന്ന സമയം ആ കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ അത് സുസുക്കി AX100. ഇത് ഏതാ സുസുക്കി? അത് മാക്സ് ഹൺഡ്രഡിന്റെ മറ്റേ ഒരു 90s ആ സമയത്ത് വണ്ടി, ലാസ്റ്റ് വണ്ടി അല്ല 90s ലാസ്റ്റ് വണ്ടി. ഇത് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ട് എൻഫീൽഡ് ഇറക്കിയ വണ്ടിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, അത് പ്രീ ഡിഗ്രി ആണല്ലോ, എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പറയാതെ ഇത് ഓടിച്ചിട്ട് കൊടൈക്കനാലിൽ പോയി. രസം വെച്ചാൽ കൊടൈക്കനാലിൻ്റെ പകുതിയൊക്കെ ഇത് ഓടിക്കാൻ പിന്നെ തള്ളിക്കയറണം. അവനിങ്ങനെ പിടിച്ചിരിക്കുക, ഞാൻ തള്ളി കയറ്റും. എന്നിട്ട് അതിൻ്റെ ഫ്ലൂട്ടൊക്കെ കട്ടിയത് ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് നമ്മളെന്താ പറയുക, ഒരു കള്ള ട്രിപ്പ് പോയ വണ്ടിയാണ് എക്സ്പ്ലോറർ. ചെറിയാൻ മത്തായി എന്നായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. ഇത് യമഹ RX100. നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ രോമാഞ്ചം എൻ്റെ കയ്യിൽ കൊണ്ടുവരണം. ഞാനപ്പോൾ ആലോചിക്കാതെ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം സിജോ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, അതായത് ഞാനൊക്കെ എൻ്റെ കയ്യിലൊക്കെ ഒരു വണ്ടിയേ ഉള്ളൂ ഇത്രയും പഴക്കമുള്ളൂ, എന്നിട്ട് പോലും അത് കൊണ്ടുനടക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഇവിടെ ഇത്രയധികം വണ്ടികളുടെ ഒരു കാവൽക്കാരൻ എന്ന് പറയുന്ന ഒരു ഗംഭീരമായൊരു പദവിയാണ്. ഇത് രാജ്ദൂത്, പഴയ രാജ്ദൂത്. എത്ര CC ആണ്? 175 CC. ഇത് അന്നത്തെ ഒരു നല്ല വണ്ടിയായിരുന്നു. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട, അതേ രാജ്ദൂതിൽ നിന്നാണ് തൊട്ടടുത്തിരിക്കുന്ന ഇത്രയും ഗംഭീരമായ യമഹ RX100 വന്നതെന്നുള്ളതാണ്. ഈ ഒരു പഴയ ലുക്കുള്ള വണ്ടിയിൽ നിന്നൊരു ചാട്ടമായിരുന്നു. ഇത് ക്ലാസിക് ST. അവിടെ ഒരു B ടൈപ്പ് ഇരിക്കുന്നുണ്ട് ഗ്യാരേജിനകത്ത്. ഇത് MIT മൂസ. MIT ആണെങ്കിലും ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ് ആണല്ലേ. അതായത് ഇപ്പൊ വണ്ടി ഇല്ലാത്തതിന്റെ പേരില്ലേ, വണ്ടി മാൻ ഉദ്ദേശിച്ചത് പണ്ട് 2000-3000 കിട്ടുന്ന പോലെ ഇപ്പൊ കിട്ടാനില്ല. ഓക്കെ. ഇത് പഴയ ലൂണ TVS 50. ഇതാണ് പഴയ തമിഴർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇപ്പോഴും ആ ഒരു ഇതൊക്കെ തന്നെ. അതായത് തമിഴ്നാട്ടിലത്തെ സാധാരണക്കാരുടെ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ട്. ഇതിന്റെ ഇലക്ട്രിക്കും വന്നിട്ടുണ്ട്. ഇതിന്റെ പെഡൽ ടൈപ്പ് ഇപ്പൊ അധികം അറിയില്ല. ഇത് പെഡൽ ടൈപ്പാ, ഇത് പഴയ ടൈപ്പാ. ഇതിന്റെ കിക്കറാണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഈ ഇലക്ട്രിക് മോഡൽ വന്നപ്പോൾ ഇതിന്റെ മീഡിയ ഡ്രൈവ് ശ്രീലങ്കയിലാണ് TVSകാർ കൊണ്ടുപോയി വെച്ചത്. അവിടെയാണ് മീഡിയ കൊണ്ടുപോയി ഓടിപ്പിച്ചത്. കാരണം വെച്ചാൽ തമിഴർ, ജാഫ്ന സൈഡിലുള്ള തമിഴരെ കൂടെ ഉദ്ദേശിച്ചാണ് അവർ ചെയ്തത്. ഇനി ഇവിടെ പല പേരിലാണ് കിടക്കുന്നത്. മിൻമിനി. അതെ, ദാവീദിൻ്റെ പേരിൽ ഓട്ടോ ഉണ്ടല്ലോ. ദാവീദിന് ഒരു ഓട്ടോ അല്ലാതെ നല്ല ഗംഭീര ഒരു ബെൻസിനും എല്ലാം പേരിടാൻ പറയുക. ഓട്ടോറിക്ഷയാണോ പേരിടുന്നത് ചോദിക്കണ്ടേ? ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയുള്ള പേരുകളാണോ? മിൻമിനി ലാസ്റ്റ് ഒരു വെബ് സീരീസും, ഏതാ വെബ് സീരീസ് പേരിക്ക് ഓർമ്മയില്ല, അതിനുവേണ്ടി അവരെഴുതിയ പേരാ. പിന്നെ ഇത് അമര, കൊത്തയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത പേരാണ്. അതിൽ ഈ പ്രശാന്ത് അമരവള എന്നൊരു ആട്ടിന്റെ പുള്ളിയുടെ പേരുമായി ബന്ധപ്പെട്ട പേരുള്ള കൂടുതൽ എഴുതാം. അപ്പൊ ആ പുള്ളി അമര. പിന്നെ ഇത് ഞാൻ ഈ പേരിൽ തന്നെയാ കൊത്തയിൽ ഓടിയിട്ടുള്ളത്. കൊത്തയില് പിന്നെ 2 പടത്തിലും കൂടി ഈ പേരിൽ ഓടി. പക്ഷെ പേരെന്ന് പറയുന്നത് കൊത്തയിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ക്ലോസ് ഫ്ലോഡ് കാണിക്കില്ല. കാരണം നടൻ വരണ വണ്ടി ഒന്നുമല്ലോ, പാസിംഗ് അല്ലേ. ഇതിന് സുന്ദരി എന്നായിരുന്നു പേര്. അപ്പൊ ഞാനത് വൈയോട്ടോ ബേസിലിട്ടതാ, അത് കാണാം. പക്ഷെ അത് വേറെ ഏതോ പടംകാര് അത് അവര് മാച്ച് എഴുതി, പിന്നെ അത് ശരിയായിട്ടില്ല. പിന്നെ ഇതുണ്ടല്ലോ റിക്ഷ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സംഭവം തോന്നില്ലെങ്കിലും
ഇത് ഞാൻ വാങ്ങിച്ചത് ശരിക്കും 10,000 റേഞ്ചിലാണ് വാങ്ങിച്ചതെങ്കിലും 25,000 ചിലവാക്കി നമ്മൾ ഷാക്കിൽ ഇത് നമ്മൾ ഉള്ളിൽ കുറേ സെറ്റിങ്സ് ഉണ്ട്. ഇതിൽ M80യുടെ ബ്രേക്ക് സിസ്റ്റം കയറ്റി കുറേ പണത് വശക്കേടായിട്ട് ഞാൻ നിർത്തി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു വെബ് സീരീസിന് ഷൂട്ട് വന്നത്. ഇത് ആവശ്യം വന്നാൽ അധികം അവൈലബിലിറ്റി ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് വർഷങ്ങൾക്ക് ശേഷത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് 3 വണ്ടി റിക്വയർമെൻറ്റ് വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസറുടെ അവിടേക്ക് മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 റിക്വയർമെൻറ്റ് പറഞ്ഞത് ഞാൻ 2 തരാമെന്ന് ഞാൻ കമ്മിറ്റ് ചെയ്ത് പോയി. കമ്മിറ്റ് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതുവരെ മധുരയിൽ പോയി വാങ്ങിക്കുക ചെയ്തത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു കോസ്റ്റ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ 10,000 റുപ്പീസ് ചിലവുന്നുള്ളൂ അവിടെ. പക്ഷേ ഇതിനുള്ള പോയ എൻ്റെ ചിലവും 2 ദിവസം ഞാൻ താമസിച്ചോടെ. പിന്നെ ഞാൻ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നേ. കാരണം ഇങ്ങനെ കൊണ്ടുവരണേ. അവിടെ ഞങ്ങൾ ഓട്ടോറിൽ കൊണ്ടു ഒരു 10-50 കിലോമീറ്റർ. പക്ഷെ ഇങ്ങോട്ട് കേരളത്തിലോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിച്ചു. പിന്നെ ഇനി എന്തെങ്കിലും പടങ്ങളിലേക്ക് റിക്വയർമെന്റ് വരാവുന്നതാണ്. ശരിയാണ്. ഇവിടെ വീണ്ടും നമ്മുടെ പഴയ API അല്ലേ ഇത്? ഇത് എറണാകുളം പൊടി. ഇത് ഓരോ പൊടികളുണ്ട്. എറണാകുളം പൊടി, അത് റെക്സിൻ കണ്ണൂർ ടൈപ്പ് പൊടി, അത് ശരി. പിന്നെ ഇതിൽ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഇത് ബാക്ക് എഞ്ചിൻ, ഇത് ഫ്രണ്ട് എഞ്ചിൻ, ഇത് ചെയിൻ ഡ്രൈവാ. അതായത് ബാക്കിലേക്ക് ചെയിൻ ഡ്രൈവാണ്. ഇത് റയർ സാധനമാണ്. അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് ഇപ്പോൾ. ഫ്രണ്ട് എഞ്ചിനാണിത്. അത് കണ്ണൂർ ബോഡി എന്ന് പറയുന്നത് റെക്സിൻ ടൈപ്പ്, കണ്ണൂർ ടൈപ്പ് ബോഡി എന്ന് പറഞ്ഞാൽ ഇത് തമിഴ്നാട്ടിലെ ആ ബോഡി വന്നിരുന്നത്. നേരെ അങ്ങോട്ട് നോക്കിയാൽ കാണാം അവിടെ മെറ്റൽ റൂഫൊക്കെ വരുമ്പോൾ അത് കൊച്ചി ബോഡിയായി അല്ലേ? എറണാകുളം ബോഡിയിൽ തന്നെ. അതിന് വേറെ പേരെന്തുണ്ട്, അവിടെ ഷെഡിൽ കിടന്നത് പഴശ്ശി ടൈപ്പ് 2 അങ്ങനെ എന്തോ പേരുണ്ട്. ഇതിന് പല പേരുണ്ട്. അന്നത്തെ രാജാക്കന്മാരെ പേരൊക്കെ ഇട്ടിരുന്നത്. ശരി. അതുപോലെ ഇതും നമ്മൾ വീഡിയോ സിനിമയ്ക്ക് കൊടുക്കുന്ന വണ്ടികളാണോ? ഇത് നിലവിൽ കൊടുത്തിട്ടില്ല, അതിനുവേണ്ടി വാങ്ങിച്ചിട്ടുള്ള വണ്ടിയാണ്. ഇത് FJ. ഇതിന്റെ ഫ്രണ്ട് റയർ സാധനമാണ്. ഇത് നമ്മൾ ഈ പഴയ തമിഴ്നാട്ടിലൊക്കെ പണ്ട് കണ്ടിരുന്നത്. അതേ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചത്. അതെ, മഹീന്ദ്രയുടെ ആണ്. കണ്ടോ ഈ ഫ്രണ്ട് ഒന്ന് എടുത്തു ശ്യാമേ, നല്ല രസമല്ലേ? കളക്ടബിൾ വണ്ടി വളരെ കുറവാണ്. ഇതിന്റെ മുഖം എന്ന് പറയുന്നത് ശരിക്കും ഒരു മനുഷ്യന്റെ മുഖം പോലെ അല്ലേ? നോക്കിയേ, കണ്ടോ കറക്റ്റ് പല്ല്, കണ്ണ്, ഒരു എന്താ പറയുക, ഒരു കർക്കശക്കാരനായ ഒരു കാരണവരുടെ മുഖമാണ് ഇതിന്. ഇത് ശരിക്കും ലുക്ക് വരണമെങ്കിൽ ആ ക്യാബിൻ കട്ട് ചെയ്യണം. ക്യാബിൻ കട്ട് ചെയ്തിട്ട് ഈ ബോഡി ഇരിക്കുമ്പോഴാണ് ഇതിന് ഭംഗി, ടോപ്പ്. അതെ. അപ്പോൾ ഇത്രയൊക്കെയാണ്. നമുക്ക് ഇതിനകത്ത് കയറിയാലോ? മിന്നൽ മുരളിക്കകത്ത് കയറാം. ശ്യാമേ, ഈ ബസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റുകളെല്ലാം പഴയ ഷോർട്ട് സീറ്റാണ്. പിന്നെ പഴയ ടൈപ്പ് ഫസ്റ്റ് എയ്ഡ് ബോക്സും ബോർഡും ഈ മരത്തിന്റെ ഇതും. പണ്ടൊക്കെ നമ്മൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ മുന്നിൽ ഇങ്ങനെ ഇരിക്കും ഈ സാധനം വലിച്ചിടുന്ന കണ്ട് ആരാധനയോടുകൂടി. അപ്പോൾ ഇവിടെ എന്നെ ചവിട്ടരുത് എന്ന് എഴുതി എല്ലാ ബസ്സിലും എഴുതും. അതെന്താണെന്ന് ഒരിക്കലും മനസ്സിലായിട്ടില്ല. എന്തായിരിക്കും ഇതിൻ്റെ അത് ഇത്ര ചവിട്ടരുതാത്ത സാധനം? അത് ശരിക്കും പറഞ്ഞാൽ അതും എനിക്ക് തോന്നുന്നു. പിന്നെ വണ്ടിയുടെ ഒരു മെയിൻ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്തിനോട് ബഹുമാനം വേണമെന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള പഴയ ബസ്സുകൾ കയറുന്നത്, ഈവൻ ആ ലൈറ്റ് കണ്ടോ റൂഫിൽ, അതുപോലും ആ പഴയ ഓർമ്മ വരുന്നു പണ്ടത്തെ ബസ്സുകളുടെ. ഇപ്പോൾ എല്ലാം വളരെ സ്റ്റൈലിഷൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ബാറ്ററി ഇറങ്ങിയിട്ടില്ല വിചാരിക്കാം. വണ്ടി കണ്ടീഷനുള്ളൂ. ഇപ്പം നമ്മളെ രക്ഷിക്കാൻ മിന്നൽ മുരളിയൊന്നും ഇല്ല വണ്ടിക്ക് കേട്ടോ. അതുകൊണ്ട് ഒറ്റയടിക്ക് സ്റ്റാർട്ടാണോ? അടിപൊളി വണ്ടി തരുമ്പോൾ തന്നെ നല്ല കണ്ടീഷൻ ആയിരുന്നു. ഏത് മോഡലായത്? ഇത് 79. അപ്പോൾ ഈ മോനൊക്കെ ഈ പറഞ്ഞ നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ കളിക്കാൻ ഒരു ബസ് കിട്ടി എന്തൊരു സന്തോഷമായിരിക്കുന്നത്. വെല്ലൊക്കെ അടിച്ച് കളിക്കാം. ആ ഗിയർ ഇടുന്ന സാധനമൊക്കെ പഴയ ഓർമ്മയൊക്കെ വരുന്നു. ഒരു കുലുങ്ങിയുള്ള നിപ്പും. അപ്പോൾ ഇനി ചോദിക്കട്ടെ, ഒന്നിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇപ്പോൾ ഇത്രയും ഈ വണ്ടികൾ കളക്ട് ചെയ്യുന്നു. കാര്യം ഇപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു വരുമാനം കൂടി ആണെങ്കിൽ പോലും ഇപ്പം വൈഫിൻ്റെയൊക്കെ ഒരു ഇത്രയും വണ്ടികളൊക്കെ വാങ്ങിച്ചു തുടങ്ങിയ സമയത്ത് വൈഫിൻ്റെയൊക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു? വൈഫിൻ്റെ പ്രതികരണം ആദ്യമേ, വൈഫിന് നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയണം. അതുപോലെ അവൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേണ്ട എന്നുള്ളൊരു സംഭവം പറയാറില്ല. ചില വണ്ടികളൊരു പറയും, അവള് പറയും ഇപ്പം ഇത് വേണോ, ഞാൻ പറയും ഇപ്പം തന്നെ അത് വേണം. അങ്ങനെ അല്ലാതെ വേറെ ഒരു ഇത്. പിന്നെ ആൾക്കറിയാം. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ തുടക്കത്തിലാണ് പിന്നെയും ഈ പറഞ്ഞ വൈഫിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും നീ 1000 രൂപ എടുത്ത് കൊണ്ടു അങ്ങനെയൊക്കെ കളിയാക്കാണ്. പക്ഷെ ഇപ്പം അതിനെ കുറിച്ച് പറയാറില്ല. കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഞാൻ ഭയങ്കര സംഭവം എന്നല്ല പറഞ്ഞത്. എന്നിരുന്നാലും നമ്മൾ ഇതിലോട്ട് ആയ കാരണം അങ്ങനെ ഒരു വിഷയമില്ല. ഇപ്പം ഞാൻ എന്തെടുത്താലും അത് നല്ലതിനായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതൊരു നല്ല വരുമാനമാർഗ്ഗം തന്നെ ആയി മാറിയിട്ടുണ്ടോ, അതോ ഇപ്പോഴും ചെലവുകളാണോ മുന്നിൽ നിൽക്കുന്നത്? ഇപ്പോഴും ചെലവുകൾ തന്നെയാണ് എന്നെ സംബന്ധിച്ച് മുന്നിൽ നിൽക്കണേ. അത് ഞാൻ ആ റൂട്ട് ആ രീതിയിൽ പോണ കാരണമാണ്. അതായത് നമ്മളിപ്പോഴും ഫ്യൂച്ചർ പ്ലാനിലാണ് ഇപ്പം നിൽക്കണേ. ഇപ്പം എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ, വണ്ടികൾ കളക്ട് ചെയ്യാണ്ടിരുന്നാൽ എനിക്ക് വേണമെങ്കിൽ അത് ബാലൻസ് ചെയ്ത് പോകാം. അപ്പോൾ ഞാനിപ്പോഴും പല
കുറി കളികളുമൊക്കെയാണ് നമ്മൾ ഇപ്പോൾ എല്ലാ ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെ. പക്ഷെ ഇതല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഫ്രീ ആവാം. ഇതൊരു 10 വണ്ടി ഒഴിവാക്കിയാൽ എനിക്ക് ഫ്രീ ആവുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇനി വണ്ടി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ. പിന്നെ വേറെ കാര്യം എനിക്ക് തോന്നി, ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പ്ലാൻ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും വിനീതിന്റെ മനസ്സിൽ കാണും ഈ വണ്ടികളെ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് എന്നുള്ള കാര്യം. അതാണ്. അപ്പം അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഇപ്പം വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവരാണ് സിനിമ എഴുതുന്ന ഒരു സംവിധായകരൊക്കെ. അപ്പം 90s ഒരു സിനിമ ആലോചിക്കുമ്പോൾ തന്നെ ഒരു മാർക്കറ്റ് കാണിക്കുകയാണെങ്കിൽ എത്രത്തോളം 90s വണ്ടികൾ അവിടെ ബാക്കിലൊക്കെ വേണ്ടി വരും പശ്ചാത്തലത്തിൽ. അതെല്ലാം ലഭ്യമാണ് എന്നുള്ളത് വളരെ ഇവരെയൊക്കെ വളരെ ഫ്രീ ആക്കുന്നുണ്ട്. നമുക്ക് ഏത് കാലഘട്ടത്തിലെ സിനിമയും ചിന്തിക്കാം, എഴുതാം, ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള ഗ്യാരേജുകളുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോഴും വലിയൊരു സേവനമാണ്, ഇതൊരു വരുമാനത്തിൽ ഒരു സേവനമാണ് സിജോയെപ്പോഴുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വണ്ടിയിലും എത്ര ലക്ഷം രൂപ മുടക്കേണ്ടി വരുമെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഒരു യമഹ RX100 ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് എടുത്താവുന്ന പറഞ്ഞു. അല്ല ഇപ്പം അങ്ങനെ ഒരു കൊട്ടേഷൻ ആയിട്ട് പറയാനുള്ളൂ, അല്ലാതെ പാർട്സിന്റെ റേറ്റ് ഒന്നും പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇവിടെ കിടക്കുന്ന ഇത്രയും ഈ പ്രായമായ കക്ഷികളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണമെങ്കിൽ ഒരു വൃദ്ധസദനത്തിനെ ഒരു ചെറുപ്പക്കാരുടെ ഒരു ഹോമാക്കി മാറ്റുക എന്നുള്ള വലിയൊരു ക്ഷമ. സന്തുഷ്ടമായ ഒരു കുടുംബം. വളരെ ഭയങ്കര സംഭവമാണ് അത്. ഇപ്പൊ പറഞ്ഞത് 1 ലക്ഷം രൂപ, ഈ 1 ലക്ഷം കൊടുത്താൽ വണ്ടി സമയത്ത് തരുന്നത് തോന്നുന്നുണ്ടോ? 1 ലക്ഷം രൂപയ്ക്കും തീരുകയല്ല, ആ സമയത്ത് തരൂല. അങ്ങനെ നമ്മൾ അവസാനം ഒരു വഴക്കിലൂടെ എത്തുന്ന സിറ്റുവേഷൻ ഒക്കെ വരാം. ശരിയാ. അപ്പോൾ എന്തായാലും ഇനിയും നമുക്ക് ഈ പറഞ്ഞ 90s വണ്ടികൾ 70s വണ്ടികളൊക്കെ കാണാൻ വേണ്ടി പുതിയ വണ്ടികൾ വരുമ്പോൾ സിജോയുടെ ഗ്യാരേജിൽ വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്ര നേരം ചെലവഴിച്ചതിന്. അപ്പോൾ ഇനി ഈ സിനിമകളിലൊക്കെ വാഹനങ്ങൾ കാണുമ്പോൾ ചിന്തിക്കുക, ഇവിടെ ഒരാളുടെ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം. പേരെഴുതി കാണിക്കാറുണ്ട് പലരും ഉണ്ടല്ലേ? പക്ഷേ അത് പടം കഴിയുമ്പോഴാണ് അതിനും എഴുതേണ്ടി പോലെ അല്ലേ? അപ്പോൾ ഇനി അങ്ങനെ അപ്പുറത്തിനൂടെ ഉണ്ട്. സിജോയുടെ പേരെഴുതി കാണിക്കുമ്പോൾ ആദ്യം ഒന്ന് കാണിക്കുക, കാരണം അതിൻ്റെ പിന്നിലെ പ്രയത്നം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ദാവീദേ പൊക്കോട്ടെ. അപ്പോൾ ബൈ. അപ്പോൾ എല്ലാവർക്കും നന്ദി.